കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ബദൽ ഇന്റർനാഷണൽ പെന്റക്കോസ്റ്റൽ ചർച്ചിന്റെ സീനിയർ ശുശ്രൂഷകനും ഒപ്പം ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനുമായിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ അഭിഷിക്തൻ പാസ്റ്റർ ഷാജു ശാമുവേൽ അവർകൾ, കൃത്രദാസിന്റെ കുടുംബം, തന്നോടൊപ്പം ശുശ്രൂഷയില് കൈത്താങ്ങൽ നൽകുന്ന മറ്റിതര കർത്തൃദാസന്മാർ, വിശ്വാസികളായ ദൈവമക്കൾ, നിങ്ങൾക്ക് ഏവർക്കും അനശ്വരനായ യേശു ക്രിസ്തുവിന്റെ അതുല്യമായ നാമത്തിൽ അകമഴിഞ്ഞ സ്നേഹത്തെയും വന്ദനത്തെയും പ്രാരംഭത്തിൽ അറിയിച്ചുകൊണ്ട് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് രണ്ടാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മുഖവരയായിട്ട് നമ്മുടെ വിഷയത്തെക്കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കുവാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് മുഖവര ആയതുകൊണ്ടും സമയപരിമിതി കൊണ്ടും കൂടിപ്പോയി എന്ന് എനിക്ക് മനസ്സിലായി. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ചുകൂടെ ശാന്തമായിട്ട്, അതായത് വേഗത കുറച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ. പ്രിയ ഷാജു പാസ്റ്റർ പറഞ്ഞതുപോലെ നിങ്ങൾ ആരും ഡ്യൂട്ടിയിലല്ല, യാത്രയിലല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇൻ കേസിൽ ആരെങ്കിലും ഡ്യൂട്ടിയിലോ യാത്രയിലാണെങ്കിൽ അവരൊഴികെ ബാക്കി എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നേരെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ഒരു അനുഗ്രഹീതമായ സബ്ജക്ട്, അതാണ് സമാഗമന കൂടാരം അഥവാ ടാബർനാക്കിൾ എന്നറിയപ്പെടുന്ന മനോഹരമായ. ഇതിന്റെ മനോഹാരിത മനസ്സിലാക്കണമെങ്കിൽ ഓരോ ക്ലാസ്സുകളും കഴിയും തോറും ഈ വിഷയങ്ങളെ കുറിച്ചുള്ള പഠനം, ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇതിന്റെ മാധുര്യം, മാഹാത്മ്യം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ക്ലാസ് സമാപിക്കുന്നതിന് മുമ്പ് തന്നെ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ അനുഗ്രഹങ്ങളും വിടുതലുകളും മാറ്റങ്ങളും ആത്മീക ജീവിതത്തിലും ശുശ്രൂഷ മേഖലയിലും ദൈവം ഒരുപോലെ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ആവർത്തിച്ച് സമയം കളയുന്നില്ല. മുഖവരയായിട്ട് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞു. കൂടാരത്തിന്റെ പേരുകളും അതിന്റെ സാദൃശ്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ പ്രാരംഭ സ്ഥലമാകുന്ന പ്രാകാരത്തെക്കുറിച്ചും പ്രത്യേകിച്ച് അതിന്റെ വാതിലിനെ കുറിച്ചും ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ചിന്തിച്ചത് പാളയമടിച്ചു കിടക്കുന്ന ജനം, ഇസ്രായേൽ മക്കൾ സമാഗമന കൂടാരത്തിന്റെ ചുറ്റും, അതായത് കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് 4 ദിക്കിലായി, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് തമ്പടിച്ച് കിടക്കുകയാണ്. നമ്മുടെ അപ്പച്ചമാടെ ഭാഷ പറഞ്ഞാൽ തമ്പടിച്ച് തമ്പേറടിച്ച് കിടക്കുന്നു എന്ന് പറയും പോലെ ഇവരിങ്ങനെ തമ്പടിച്ച് കിടക്കുകയാണ്. ആ കിടക്കുന്ന സ്ഥലം പാളയം. പാളയം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. അവര് തമ്പടിച്ച് കിടക്കുന്നത് കൊണ്ടാണ് അതിന് പാളയം അടിച്ച് കിടക്കുക എന്നറിയപ്പെടുന്നത്. അവർ കിടക്കുന്ന സ്ഥലം പാളയം. അല്ലാതെ ട്രിവാൻഡ്രം പട്ടണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട് പാളയം, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ പാളയത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് തിരുവഴുത്തിന്റെ സഹായത്തോടു കൂടെ നമ്മൾ പഠിച്ച് നമ്മൾ അവസാനം പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് നമ്മൾ നേരെ കയറുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു ടൈറ്റിലേക്കാണ്. അതായത് ഈ കൂടാരത്തിന്റെ വേലക്കാരാണ്. കൂടാര വേലക്കാർ. ഈ ആലയം ചുമ്മാതെ ഈ കൂണ് പൊട്ടി മുളച്ച് വരും പോലെ വന്നൊരു സാധനമല്ല. സ്വർഗത്തിലെ മഹാദൈവം തന്റെ ദാസനായ മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ച കൽപ്പനയ്ക്കൊത്തവണ്ണം അവർക്ക് ലഭിച്ച അനുഗ്രഹീതമായ ദേവാലയമാണ് സമാഗമന കൂടാരം എന്ന ദേവാലയം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചല്ലോ, നിങ്ങൾക്ക് ഓർമ്മ കാണും. ഇത് സഞ്ചരിക്കുന്ന ഒരു ദേവാലയം, ചരിത്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു ദേവാലയം പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ പേരാണ് സമാഗമന കൂടാരം. ഈ ആലയം പണിയുവാൻ ദൈവം അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ വേലക്കാരെ, അതാണ് കൂടാര വേലക്കാർ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്, ദൈവം അതിനു വേണ്ടി വേർതിരിച്ചു. അതാരാണ് എന്ന് നമുക്ക് ആദ്യമായിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് തുടർന്ന് അവരുടെ യോഗ്യതകളും കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചിന്തിക്കാം. അപ്പോൾ കൂടാര വേലക്കാർ എന്നുള്ള ലിസ്റ്റിൽ ഒരു 3-4 പേരുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അവർ മാത്രമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അവരോടൊപ്പം ധാരാളം പേര്
ഈ ജോലിയിൽ പങ്കുചേർന്നു. ഉത്സാഹത്തോടുകൂടി അവർ ആ ജോലി ചെയ്തു. അങ്ങനെ ചെയ്തതിന്റെ പേരിൽ അനുഗ്രഹിക്കപ്പെട്ട ദേവാലയം അഥവാ സമാഗമന കൂടാരം ഉയരുവാൻ അല്ലെങ്കിൽ പണിയപ്പെടുവാനും ദൈവത്തെ അവർക്ക് മഹത്വപ്പെടുത്തുവാനും ഇടയായി തീർന്നു. അപ്പോൾ 1, 2, 3, 4 എന്ന് നമ്പറിട്ട് കൂടാര വേലക്കാരെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. തിരുവെഴുത്തിന്റെ സഹായത്തോടു കൂടെയാണ്. ഒന്ന്, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം എന്നറിയപ്പെടുന്നത് മോശയാണ്. മോസസ്. കുറിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അല്പം കൂടെ സാവധാനത്തിൽ പോകാം. കൂടാര വേലക്കാർ ഈ ലിസ്റ്റിൽ പലരുണ്ട്. അതിൽ ഒന്നാമതായിട്ട് തല ഉയർത്തി നിൽക്കുന്ന കഥാപാത്രം സ്വർഗത്തിലെ ദൈവം നേരിട്ട് വിളിച്ച് വേർതിരിച്ച് ആക്കി തീർത്ത ഇസ്രായേലിന്റെ ഏറ്റവും കരുത്തനായ നേതാവെന്നറിയപ്പെടുന്ന പ്രവാചകനായ മോസസ്. അപ്പോൾ മോശയാണ് അതിൽ പ്രധാന വ്യക്തി. അതിന് തിരുവെഴുത്തിൽ നിന്ന് 1-2 തെളിവുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറിക്കാൻ വേണ്ടി സാവധാനത്തിൽ പറയുന്നു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിന്റെ 1 മുതൽ എന്ന് 1 ഹൈഫൺ വരച്ചാൽ മാത്രം മതി. 1 മുതൽ എന്നിട്ട് 9 പിന്നെ 40 വാക്യങ്ങൾ. ഒന്നുകൂടെ ആവർത്തിക്കാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 1 മുതൽ എന്നിട്ട് 9, 40 വാക്യങ്ങൾ. അപ്പോൾ ആ 9-ാമത്തെ വാക്യം ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കും കൂടെ ഒരു കുഞ്ഞു ഡ്യൂട്ടി തരാം. പ്രത്യേകിച്ച് എനിക്ക് പേരെടുത്ത് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന റെഫറൻസുകൾ ചിലത് എല്ലാം വായിച്ച് സഹായിക്കേണ്ട, കാരണം സമയം അതിലങ്ങ് പോകും. അത്യാവശ്യം 1-2 വാക്യങ്ങൾ ഉത്സാഹത്തോടുകൂടെ ഇതിനകത്തുള്ള സഹോദരി സഹോദരന്മാരിൽ ആർക്ക് വേണോ ഒന്ന് വായിച്ച് സഹായിച്ചാൽ അത് കേട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ദയവായിട്ട് 25-ാം അധ്യായം പുറപ്പാട് പുസ്തകം അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. കണ്ടോ, മോശയോടാണ് ദൈവം പറഞ്ഞത്. ഇനി മോശയോടാണ് പറഞ്ഞത് എന്നതിന്റെ ഒരു തെളിവ് അതിന്റെ 1-ാം വാക്യം. യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ആലയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വർഗത്തിലെ ദൈവം മോശയോട് വ്യക്തമാക്കി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇനി അതിന്റെ 40-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 40-ാം വാക്യം 25-40. എക്സോഡസ് ചാപ്റ്റർ 25 വേഴ്സ് 14. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. കണ്ടോ, എത്ര മനോഹരമായിട്ടാണ് സ്വർഗത്തിലെ ദൈവം മോശയോട് പറഞ്ഞിരിക്കുന്നത്. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. അപ്പോൾ ഈ ആലയത്തിന്റെ പണിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കണ്ടെടുത്ത വ്യക്തികളിൽ ഒന്നാമൻ മോശ അഥവാ മോസസ്. ഓക്കെ, ഇനിയും ഉണ്ട് കഥാപാത്രങ്ങൾ. ഇനി അടുത്തുള്ള കഥാപാത്രങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഈ മോശയെ കുറിച്ച് ഒരു വാക്കുകൂടെ. മോസസ് നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ പേരാണ്. ഇതിന് പല അർത്ഥങ്ങളൊക്കെ വേദശാസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ന്യായമായിട്ട് നമുക്ക് ഫോളോ ചെയ്യുവാൻ പറ്റുന്ന ഇതിന്റെ അർത്ഥം, ഈ പേരിന്റെ അർത്ഥം, മോശ എന്ന വാക്കിന് അല്ലെങ്കിൽ മോസസ് എന്ന വാക്കിന് ഉള്ള അർത്ഥങ്ങൾ ഡ്രോൺ ഔട്ട് അല്ലെങ്കിൽ സേവ്ഡ് ഫ്രം ദ വാട്ടർ എന്നാണ്. ഡ്രോൺ ഔട്ട് അല്ലെങ്കിൽ സേവ്ഡ് ഫ്രം ദി വാട്ടർ എന്നാണ്. അപ്പോൾ വലിച്ചെടുത്ത, ഡ്രോൺ ഔട്ട് വലിച്ചെടുത്ത, സേവ്ഡ് ഫ്രം ദി വാട്ടർ വെള്ളത്തിൽ നിന്നും രക്ഷിച്ചു അല്ലെങ്കിൽ രക്ഷിച്ച എന്നതാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? വെള്ളത്തിൽ നിന്നും രക്ഷിച്ചു അല്ലെങ്കിൽ വലിച്ചെടുത്തു. ഓക്കെ, അപ്പൊ മോശയാണ് ഈ ദേവാലയത്തിന്റെ പണികളിൽ ഒന്നാമൻ. അടുത്ത 2, നമ്പർ 2. രണ്ടാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് അതേ പുസ്തകം, അതായത് പുറപ്പാട് പുസ്തകത്തിൽ തന്നെയുണ്ട്. 31-ാം അധ്യായം ഒന്ന് എടുത്തു വെച്ചിരിക്കണം. 31-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദഭാഗത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ 6-ാമത്തെ വാക്യം 31-6. അവിടെ നമ്മൾ കാണുന്ന കഥാപാത്രത്തിന്റെ പേര് കൂടെ കുറിച്ചിട്ട് വായിക്കാം. രണ്ടാമത്തെ വ്യക്തിയുടെ പേര് ബസലേൽ എന്നാണ്. ബസലേൽ മാത്രമല്ല, ബസലേലും ഒഹല്യാവും.
ചേർത്ത് എഴുതുന്നത് ഭംഗി. ബസലേലും ഒഹലിയാബും. ബസലീൽ ആൻഡ് ഒഹോലിയാബ്. പഴയ വിവർത്തനത്തിൽ യഹോലിയാബും എന്നുണ്ട്, ആംഗലേയ പദം. ബസലീൽ ആൻഡ് ഒഹോലിയാബ്. ബസലേലും ഒഹലിയാബും ഇവർ രണ്ടുപേരുമാണ് അടുത്ത കഥാപാത്രങ്ങൾ. ഒന്ന് വായിച്ചാലും. പുറപ്പാട് പുസ്തകം 31:6 വാക്യം. ഞാൻ ദാൻ ഗോത്രത്തിൽ അഹീസമാവിന്റെ മകനായ ഒഹോലിയാബിനെ അവനോടുകൂടെ ആക്കുകയും സകല ജ്ഞാനികളുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ 6 വാക്യത്തിൽ നമ്മൾ കണ്ടത് ഒഹോലിയാബിനെ കുറിച്ചാണ്. ഇനി 31:1 മുതൽ ഒന്ന് വായിച്ച്. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. എത്ര മനോഹരമായിട്ട് ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു കണ്ടോ. മോശയോട് പറയുകയാണ്, മോശയോട് കൽപ്പിക്കുകയാണ്, മോശെ, ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ ഈ ജോലിക്ക് വേണ്ടി പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നീ ഈ കഥാപാത്രങ്ങളെ ഈ ജോലിക്ക് വേണ്ടി എടുത്തുകൊള്ളണം. കാരണം അവർ കൗശലപ്പണികൾ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്ര എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും നൽകിയിരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോൾ 3 പേരുകൾ പഠിച്ചു. ഒന്ന് മോശ. മോശയെക്കുറിച്ച് പഠിക്കുമ്പോൾ മോശ ലേവി ഗോത്രക്കാരനാണ്, ലേവി ഗോത്രത്തിൽപ്പെട്ടവനാണ്. ഇസ്രായേലിൽ 12 ഗോത്രങ്ങളുണ്ടല്ലോ, അതിലൊരു ഗോത്രമാണ് ലേവി ഗോത്രം. ആ ഗോത്രത്തെ കുറിച്ച് വിശദീകരിക്കുന്നില്ല, പിന്നാലെ നമുക്ക് വരുന്നത് കൊണ്ട് ഇപ്പോൾ ഞാൻ ആ ഭാഗം വിടുന്നു. അപ്പോൾ മോശ ലേവി ഗോത്രക്കാരനാണ്. 2, ബസലേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബസലേൽ യഹൂദാ ഗോത്രക്കാരനാണ്. ഇനി ബസലേലിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച മറ്റൊരു കഥാപാത്രമാണ് ഒഹോലിയാബ്. ഒഹോലിയാബ് വന്നിട്ട് ദാൻ ഗോത്രക്കാരനാണ്. അപ്പോൾ ഈ ജോലിക്കാർ തന്നെ വ്യത്യസ്ത ഗോത്രത്തിൽപ്പെട്ടവരാണ്. ഇസ്രായേൽ ജാതിക്കാര്, പക്ഷെ ഗോത്രങ്ങൾ വ്യത്യസ്തം. ലേവി, യഹൂദ, ദാൻ. അപ്പോൾ യഹൂദ ഗോത്രത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വാസ്തവത്തിൽ യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണ്. ഈ യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനെയും ലേവി ഗോത്രത്തിൽപ്പെട്ടവനെയും ഇനി ദാൻ ഗോത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ദാനെ കുറിച്ച് യാക്കോബ്, ദാന്റെ അപ്പനായ യാക്കോബ് ഭാവികാല സംഭവങ്ങൾ വിശദീകരിക്കുമ്പോൾ ദാനെ കുറിച്ച് പറഞ്ഞൊരു വസ്തുത ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിലുണ്ട്. പറയുന്നത് ഇങ്ങനെയാണ്, ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും എന്നാണ്. ഓക്കെ, അപ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി ഗോത്ര വ്യത്യാസമെന്നെ ദാൻ ഗോത്രമെന്നോ യഹൂദാ ഗോത്രമെന്നോ ലേവി ഗോത്രമെന്നോ മറ്റിതര ഗോത്രങ്ങളെന്നോ നോക്കാതെ ഗോത്ര വ്യത്യാസമെന്നെ സ്വർഗത്തിലെ ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചതിനെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ നിന്ന് മറ്റൊരു ആശയം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഈ പുതിയ നിയമ കാലഘട്ടത്തിലും സ്വർഗത്തിലെ ദൈവം തമ്പുരാന്റെ ജോലിക്ക് വേണ്ടി ഇന്ന ഗോത്രമെന്നോ ഇന്ന ഭാഷയെന്നോ ഇന്ന രാജ്യമെന്നോ ഇന്ന ജാതിയെന്നോ ദൈവം നോക്കിയിട്ടില്ല. അത് പത്രോസിന്റെ പ്രസംഗത്തിൽ തെളിയിച്ചിട്ടുണ്ട്. പൗലോസിന്റെ ലേഖനങ്ങളിൽ അത് വ്യക്തമാക്കി വെച്ചിട്ടുണ്ട്. എന്തിനേറെ പത്രോസ് പറയുന്ന ഒരു വാക്ക് ദൈവം അത് പത്രോസിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കാരണം ഈ ജാതി സ്പിരിറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അതിൽ ഉറച്ചു നിന്ന കഥാപാത്രം അപ്പോസ്തലന്മാരിൽ പത്രോസാണ്. പൗലോസും പത്രോസും ഈ വിഷയത്തിലാണ് പിന്നത്തേതിൽ ഒത്തിരി വാഗ്വാദം ഉണ്ടായതും 2 ഭാഗത്തേക്ക് തിരിഞ്ഞതും. അങ്ങനെ പൗലൂസിനെ ജാതികളുടെ അപ്പോസ്തോലൻ എന്ന പേരിനാലാണ് അറിയപ്പെട്ടത്. അപ്പോൾ ശ്രദ്ധിക്കണം, പത്രോസിനെ കൊണ്ട് തന്നെ സ്വർഗത്തിലെ ദൈവം അത് തെളിയിച്ചു. പത്രോസ് പറയുന്നു തന്റെ ലേഖനത്തിൽ, അത് വായിക്കേണ്ട, വേണമെങ്കിൽ ആ റെഫറൻസ് കുറിച്ചെടുത്തോ. അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം മുതൽ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും. എത്ര മനോഹരമായി കൊടുത്തിരിക്കുന്നു. നിങ്ങളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, അന്ധകാരത്തിൽ നിന്നും തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, ആ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്.
അപ്പോൾ ജാതി, മത, വർഗ, വർണ്ണ, കുല, നിറ, ഭാഷ, ഗോത്ര വ്യത്യാസമെന്നെ സ്വർഗത്തിലെ ദൈവം തന്റെ നാമത്തിന് വേണ്ടി ഒരു വ്യക്തിയെ വേർതിരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അറിയപ്പെടുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജാതിക്കാരനെന്നാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ജാതി. അതും അവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി എന്നാണ്. ഓൾ റൈറ്റ്. അപ്പോൾ പഴയ നിയമത്തിൽ ഗോത്ര വ്യത്യാസം എന്നെ കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി വ്യക്തികളെ തിരഞ്ഞെടുത്തു എന്നാണ് നമ്മൾ ഇതിൽ കൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തന്നെ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ പശ്ചാത്തലം, അതായത് ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ കുടുംബത്തിന്റെ ശ്രേഷ്ഠത, നമ്മുടെ കുടുംബത്തിന്റെ ഇല്ലായ്മ, നമ്മുടെ വിദ്യാഭ്യാസ സമ്പന്നത അല്ലെങ്കിൽ വിദ്യാസമ്പന്നൻ, വിദ്യാഹീനൻ, ഈ പറയപ്പെട്ട യാതൊന്നും തമ്പുരാന്റെ മുമ്പിൽ ബാധകമല്ല. ദൈവകരങ്ങളിലേക്ക് ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് ദൈവ ശബ്ദത്തിന്റെ മുൻപിൽ സമർപ്പിച്ചാൽ ആ വ്യക്തി ഏത് തുറയിൽപ്പെട്ട കഥാപാത്രമായാലും ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുവാൻ മതിയായവനാണെന്ന് നമ്മൾ വ്യക്തമായി തിരിച്ചറിയണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ രണ്ട് കഥാപാത്രങ്ങളെയാണ് കേട്ടത്. ആദ്യം മോശ, പിന്നെ ബെസലേലും ഒഹല്യാവും. ഈ ബെസലേലും ഒഹല്യാവും രണ്ടുപേരും രണ്ട് ഗോത്രത്തിൽപ്പെട്ടവരാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ പേരിന്റെ അർത്ഥമാണ്. ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ടാണ് ഇതത്രയും വ്യക്തമായി വിശദമായി പറഞ്ഞു പോകുന്നത്. കേവലം പ്രസംഗമാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ നിർത്തി പറയേണ്ട ആവശ്യമില്ല. നമുക്കിത് പഠിക്കുവാൻ വേണ്ടിയാണല്ലോ. അതുകൊണ്ട് നമുക്ക് ആഴമായ കാര്യങ്ങൾ മനസ്സിലാക്കാം. ബെസലേൽ എന്ന വാക്കിന്റെ അല്ലെങ്കിൽ പേരിന്റെ അർത്ഥം ഡൽ ഇൻ ദ ഷാഡോ ഓഫ് ഗാഡ് എന്നാണ്. ദൈവത്തിന്റെ നിഴലിൽ വസിക്കുന്നവൻ. ഹു ഡൽ ഇൻ ദ ഷാഡോ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ നിഴലിൽ വസിക്കുന്നവൻ. അതിൽ നിന്നൊരു ആശയം നമ്മൾ തിരിച്ചറിയണം. സങ്കീർത്തനം 91:1 കിടപ്പുണ്ട്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ബാക്കി പിന്നാലെ നിങ്ങൾ ശാന്തമായിട്ട് വായിച്ചാൽ മതി. പ്രത്യേകിച്ച് അതൊരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന. സാധാരണ കൊച്ചു പിള്ളേരൊക്കെ രാത്രി പേടിച്ച് ഉണരുകയും പിന്നെ ദുർസ്വപ്നങ്ങൾ കൊണ്ട് ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് രാത്രി കിടക്കാൻ പോകുന്ന നേരത്ത് ചില അമ്മമാര് പറയാറുണ്ട്, മോനെ അല്ലെങ്കിൽ മോളെ 91 സങ്കീർത്തനം ആവർത്തിച്ച് വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്ക്, അപ്പൊ നീ സ്വപ്നമൊന്നും കാണത്തില്ല. എന്താ സ്വപ്നം? ദുർസ്വപ്നം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ആ 91 സങ്കീർത്തനം എന്ന് പറയുന്നത് അത്ര അനുഗ്രഹിക്കപ്പെട്ട ഗാംഭീര്യമായ വിഷയങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും എന്നൊക്കെയുള്ള അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങൾ നമ്മെ ധൈര്യപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന പദങ്ങൾ അതിനകത്തുണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ ഈ പേരിന്റെ അർത്ഥം, ബെസലേൽ എന്ന പേരിന്റെ അർത്ഥം ദൈവത്തിന്റെ നിഴലിൽ വസിക്കുന്നവൻ. നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. സർവശക്തനായ ദൈവത്തിന്റെ നിഴലിൽ, അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിലും അനുദിനവും, ആഴ്ചയിൽ ഒന്നല്ല, നോട്ട് വൺസ് ഇൻ എ വീക്ക് ഓർ വൺസ് ഇൻ എ മന്ത്, ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ അല്ല വസിക്കുന്നത്, അനുദിനവും, ഡെയിലി, ഡേ ബൈ ഡേ, ഓരോ ദിവസവും അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിൽ വസിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് ദൈവത്തിന് വൻകാര്യം ചെയ്യുവാൻ കഴിയും എന്ന യാഥാർത്ഥ്യം കൂടെ ഇത്തരണത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നന്നാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണമേ. ബെസലേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ നിഴലിൽ വസിക്കുന്നവൻ. ദൈവത്തിന്റെ നിഴലിൽ വസിക്കുന്നവൻ. ഇനി അടുത്ത് ഒഹല്യാവ് എന്ന കഥാപാത്രം. ഒഹല്യാവ് എന്ന പേരിന്റെ അർത്ഥം ടെന്റ് ഓഫ് മൈ ഫാദർ എന്നാണ്. ടെന്റ് ഓഫ് മൈ ഫാദർ. അർത്ഥം എന്റെ പിതാവിന്റെ കൂടാരം. എന്റെ പിതാവിന്റെ കൂടാരം. എത്ര മനോഹരമായ അർത്ഥങ്ങൾ എന്നറിയാമോ ആ പേരിന്റെ അർത്ഥങ്ങൾ? ഇവരെ രണ്ടുപേരെയും സ്വർഗത്തിലെ ദൈവം പ്രധാനപ്പെട്ട ജോലികൾക്ക് വേണ്ടി സ്പെഷ്യൽ അനോയിന്റിങ്, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സ്പെഷ്യൽ അനോയിന്റിങ്, പ്രത്യേക അഭിഷേകം. എന്താ അങ്ങനെ പറയാൻ കാര്യം? അഭിഷേകം എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, മതി. എന്നാൽ സ്പെഷ്യൽ അനോയിന്റിങ് എന്ന് പറയാൻ കാര്യം, സ്പെഷ്യലായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ചില വ്യക്തികളെ സ്പെഷ്യൽ അനോയിന്റിങ്ങിനാൽ നിറയ്ക്കും. അത് സ്പെഷ്യലായിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. മറ്റൊരു ജോലിക്കാർക്കും ചെയ്യാൻ പറ്റാത്ത കൊത്തുപണികൾ അത് ചെയ്യുവാനുള്ള സ്പെഷ്യൽ അനോയിന്റിങ് അല്ലെങ്കിൽ ദിവ്യാത്മാവ്, ജ്ഞാനം സ്വർഗത്തിലെ ദൈവം ഇവർക്ക് രണ്ടുപേർക്ക് നൽകി എന്നാണ് തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നത്.
ഓക്കെ. അപ്പോൾ മോശ, ബസലേൽ, ഒഹല്യാവ് ഇവരായിരുന്നു പ്രധാനപ്പെട്ട പണിക്കാർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മോശയാണ്. അടുത്ത മൂന്നാമത്തെ കൂട്ടരെന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റ് പലരും, അഥവാ അതിനകത്ത് സ്ത്രീകളുമുണ്ട്. മറ്റു പലരും, സ്ത്രീകളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ അതിന്റെ തെളിവ് നമുക്ക് പരിശോധിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റു പലരും എന്ന് പറഞ്ഞാൽ വേറെ അനേക വ്യക്തികൾ വലുതും ചെറുതുമായിട്ടുള്ള ജോലികൾക്ക് ഇവരെ അസിസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം നിയോഗിച്ചു. മോശ മുഖാന്തരം ആ കാര്യങ്ങൾ ക്രമീകരിച്ചു. അക്കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയ ആന്റിമാര്, അമ്മാമ്മമാര്, കൊച്ചനുജത്തിമാരടങ്ങുന്ന സഹോദരിമാരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളെ ആരെയും സ്വർഗത്തിലെ ദൈവം മാറ്റി അകറ്റി നിർത്തിയിട്ടില്ല. വാത്സല്യ സഹോദരിമാരെ കൊണ്ട് കർത്താവ് തന്റെ വേല വളരെ ഭംഗിയായിട്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് തിരുവെഴുത്തിലേക്ക് വരാം. 35-ാം അധ്യായം, എക്സോഡസ്, പുറപ്പാട് പുസ്തകം 35-ാമത്തെ അധ്യായം, അതിന്റെ 25, 26 വാക്യങ്ങൾ തൊട്ടു മുമ്പിൽ വായിച്ച ആ വാത്സല്യ സഹോദരി ഒന്ന് വായിച്ച് കേൾപ്പിച്ച്. പുറപ്പാട് 35-ന്റെ 25, 26 കുറിച്ചെടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. ആവശ്യമുള്ളവരൊന്ന് കുറിച്ചെടുത്താൽ. ഓക്കെ, വായിച്ചോ. സാമർഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈകൊണ്ട് നൂറ്റ നീലനൂലും ധൂമ്രനൂലും ചുവപ്പ് നൂലും പഞ്ഞിനൂലും കൊണ്ടുവന്നു. കണ്ടോ, സാമർഥ്യമുള്ള സ്ത്രീകളും ഇതിനകത്ത് ഉൾപ്പെട്ടു. ഉറക്കം തൂക്കി ടൈപ്പുകളല്ല, ഉഴപ്പ് പാർട്ടികളല്ല, ഉത്സാഹമുള്ള, സാമർഥ്യമുള്ള. പിടികിട്ടുന്നുണ്ടോ? അതാണ് ശലോമോൻ തന്റെ ഗ്രന്ഥത്തിൽ തന്റെ സദൃശ്യവാക്യത്തിൽ ഒരു ചോദ്യം ചോദിച്ചത്. സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? ആ സാമർഥ്യമുള്ള ഭാര്യയുടെ, ആ സ്ത്രീയുടെ സവിശേഷതകൾ ആ അധ്യായത്തിൽ ഉടനീളം വിവരിച്ചിരിക്കുന്നു. എത്ര മനോഹരമെന്നറിയാമോ? അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ സാമർഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈ കൊണ്ട് നൂറ്റ നീലനൂലും ധൂമ്രനൂലും ചുവപ്പ് നൂലും പഞ്ഞിനൂലും കൊണ്ടുവന്നു. സാമർഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും കോലാട്ടു രോമം നൂറ്റി. അപ്പോൾ സ്ത്രീകളും ഈ ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ ദൈവസഭയ്ക്കകത്ത്, ദൈവസഭ, ഞാനിപ്പോ പറയുന്ന സമാഗമന കൂടാരല്ല, അത് പഴയ കാലഘട്ടം. അപ്പോൾ ഇന്ന് ദൈവസഭയ്ക്കകത്ത് സഹോദരിമാര്, അമ്മാമ്മമാര്, ആന്റിമാര്, അമ്മച്ചിമാര്, കൊച്ചനുജത്തിമാര്, അപ്പോ ഈ സഹോദരിമാർക്കും പങ്കുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പങ്കുണ്ടെന്ന് പറയുമ്പോൾ അതും കേട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കർത്തൃദാസൻ സുനിൽ പി ജോർജ് പാസ് വളരെ മനോഹരമായി ക്ലാസ്സിൽ പഠിപ്പിക്കുകയുണ്ടായി. സഹോദരിമാർക്കും ദൈവസഭയ്ക്കകത്ത് പങ്കുണ്ട്. അതുകൊണ്ട് കർത്തൃദാസനെ കടത്തി വെട്ടിക്കൊണ്ട് ദൈവദാസൻ ചെയ്യേണ്ട കാര്യാദികളിൽ കൈകടത്തുവാനല്ല ഞാൻ ഈ പറഞ്ഞത്. ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളുണ്ട്, അത് ചെയ്യണമെന്നാണ്. അതിന് ചില തെളിവുകൾ കൂടെ നിങ്ങൾക്ക് നൽകാം. 1-2 വാക്യങ്ങൾ കുറിച്ചെടുത്താൽ നന്നായിരിക്കും. അതിൽ ഒന്ന് പുതിയ നിയമത്തിലാണ്. 1 റോമർക്കെഴുതിയ ലേഖനം 16-ന്റെ 1-ാം വാക്യം. റോമർക്കെഴുതിയ ലേഖനം 16-ന്റെ 1-ാം വാക്യം. അവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ സഹോദരിയും കെങ്കറയാ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബ. കണ്ടോ, നമ്മുടെ സഹോദരിയാണ്. അപ്പൊ തന്നെ പുള്ളിക്കാരത്തി ആരാ? കെങ്കറയാ സഭയിലെ ശുശ്രൂഷക്കാരത്തി എന്നാണ്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം സെർവന്റ് എന്നാണ്, ദാസി എന്നാണ്. അപ്പോൾ ആ സഭയ്ക്കകത്ത്, കെങ്കറയാ ചർച്ചിനകത്ത് ഒരു സഹോദരി എന്ന നിലയിൽ ആ സഭയ്ക്കകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ദൈവദാസിയെ കൊണ്ട് കർത്താവ് ചെയ്തു എന്നാണ്. സഭയിലെ ശുശ്രൂഷക്കാരത്തി എന്നാണ്. ശുശ്രൂഷക്കാരത്തി എന്ന് പറയുമ്പോൾ പല വിധത്തിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഏൽപ്പിച്ചു. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാർമ്മികത്വം ചെയ്യുവാനല്ല, തെറ്റിദ്ധരിക്കരുത്. അവിടെയുള്ള ശുശ്രൂഷകന്റെ കീഴിൽ കൈത്താങ്ങലായിട്ട് ഒരു സഹോദരി എന്ന നിലയിൽ ചെയ്യുവാനുള്ള സകല കാര്യങ്ങളും ചെയ്യുവാനുള്ള അർഹത പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഓക്കെ. ഇനി അടുത്ത് ഫിലിപ്പിയ ലേഖനം 4-ന്റെ 3-ാമത്തെ വാക്യം ഒന്ന് കുറിച്ചെടുക്കുക. ഒപ്പം ഒന്ന് വായിച്ചു കേൾപ്പിച്ചാൽ നന്നായിരിക്കും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചോ. സാക്ഷാൽ ഇണയാളിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കുന്ന
എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ അടുത്ത പേരുള്ള ക്ലെമന്റ് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ ആ പോരാടിയിരിക്കുന്നു. സ്ത്രീകൾ കണ്ടോ, ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു എന്നാണ്. അപ്പൊ പൗലൂസിന്റെ കാലഘട്ടത്തിൽ പൗലൂസിനോടൊപ്പം സുവിശേഷ വേലയിൽ പോരാടിയ സഹോദരിമാർ. കണ്ടോ, രണ്ട് തെളിവായി. ഇനിയും തിമത്യോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 തിമത്യോസ് 3 ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 3:11 3:11 വാക്യത്തിൽ പൗലോസ് അവിടെ ഓർമ്മിപ്പിക്കുന്നത് അവണ്ണം സ്ത്രീകളും ധനശാലികളായി. അപ്പൊ അവണ്ണം സ്ത്രീകളും എന്ന് പറയുവാൻ കാരണമുണ്ട്. തൊട്ട് മുകളില് 8-ാം വാക്യത്തിൽ അവണ്ണം ശുശ്രൂഷകന്മാരും ധനശാലികളായിരിക്കണം എന്ന് പറയുന്നത് താഴോട്ട് വന്നിട്ട് അടുത്ത ലിസ്റ്റിൽ കയറ്റുന്നു സഹോദരിമാരെ. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, കർത്താവിന്റെ വേലയുടെ മുഖത്ത് ദൈവം നൽകിയിരിക്കുന്ന കൃപയ്ക്കും കഴിവിനും സാമർത്ഥ്യത്തിനും ഒത്തവണ്ണം സഹോദരിമാർക്കും കർത്താവിന്റെ നാമത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ ദൈവം അതിനുള്ള ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ കൂടാര വേലക്കാരായിട്ട് ഇവിടെ മോശ, ബസലേൽ ഒഹല്യാവ്, മറ്റ് പലരും, ഒപ്പം സ്ത്രീകളും. ഓക്കെ, ഇനി അടുത്തൊരു കൂട്ടർ കൂടെ ഉണ്ട് കേട്ടോ, പേരെടുത്ത് പറയുന്ന ഒരു കൂട്ടർ കൂടെ ഉണ്ട്. 4-മത് അതാരെന്നറിയണ്ടേ? 35-ാം അധ്യായം പുറപ്പാട് പുസ്തകം 27-28 വാക്യങ്ങളൊന്ന് എടുത്തു വെക്കണം, വായിക്കാൻ കണക്കാക്കി. അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് പ്രമാണികൾ എന്നാണ്. പ്രമാണികൾ എന്നതിന് കൊടുത്തിരിക്കുന്ന ആംഗലേയ പദം, ഇംഗ്ലീഷ് വേർഡ് റൂളേഴ്സ് എന്നാണ്. സാധാരണക്കാരല്ല, പ്രമാണികൾ. നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ പല പ്രമാണികളെ കാണുന്നുണ്ട്. അതിലൊരു പ്രമാണിയാണ് പള്ളിപ്രമാണി. എസ്പെഷ്യലി ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 8 8-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷത്തില് ഒരു പള്ളിപ്രമാണിയെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് യായിറോ. ആ മനുഷ്യൻ പള്ളിപ്രമാണിയാണ്. പള്ളിപ്രമാണി എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷൻ കൈകാര്യം ചെയ്ത ആൾ, അതിന്റെ പ്രസിഡന്റ് എന്ന് പറയാം. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ലീഡർ ഓഫ് സിനഗോഗ് അല്ലെങ്കിൽ റൂളർ ഓഫ് സിനഗോഗ് എന്നാണ്. തമിഴ് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം ഞാൻ തമിഴ് ബൈബിൾ പരിശോധിച്ചപ്പോൾ ജപാലയ തലൈവൻ എന്നാണ്, തലവൻ. കണ്ടോ, അപ്പോൾ പ്രമാണികളും ഈ ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. ഒന്ന് വായിച്ചേ, പുറപ്പാട് പുസ്തകം 35-27-28. പ്രമാണികൾ ഏഫോദിനും പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ലുകളും ഗോമേദക കല്ലുകളും വെളിച്ചത്തിനും അഭിഷേക തൈലത്തിനും സുഗന്ധധൂപത്തിനുമായി പരിമളവർഗവും എണ്ണയും കൊണ്ടുവന്നു. കണ്ടോ, ഈ സാധനങ്ങൾ കൊണ്ടുവന്ന ആരാണ്? പ്രമാണികളാണ്. ഏഫോദിനും പതക്കത്തിനും പതിക്കേണ്ട കല്ലുകളും ഗോമേദക കല്ലുകളും വെളിച്ചത്തിനും അഭിഷേക തൈലത്തിനും സുഗന്ധധൂപത്തിനുമായി പരിമളവർഗവും എണ്ണയും ഇവരും കൊണ്ടുവന്നു. അപ്പൊ കണ്ടോ, കർത്താവിന്റെ വേലയിൽ ചുമൽ കൊടുക്കുന്നത് പ്രത്യേകം ഒരു കൂട്ടരല്ല. ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം തന്റെ മക്കളെ എല്ലാവരെയും കണ്ടിരിക്കുന്നു. ഇനി ഞാൻ പറയുന്ന അല്പം വിശദീകരണം ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ പുതിയ നിയമസഭയ്ക്ക് 5 പ്രധാനപ്പെട്ട ശുശ്രൂഷ വിഭാഗങ്ങളെ തിരുവെഴുത്തിൽ കൂടെ കാണുന്നുണ്ട്. അത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ കാണുന്ന 5 കൂട്ടരുണ്ടല്ലോ, അതിലൊന്ന് അപ്പോസ്തലന്മാർ, 2 പ്രവാചകന്മാർ, 3 സുവിശേഷകന്മാർ, 4 ഇടയന്മാർ, 5 ഉപദേഷ്ടാക്കന്മാർ. ഇങ്ങനെ 5 വിധ ശുശ്രൂഷ വൃന്ദങ്ങളെ ദൈവം കണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ ചിലരെ എന്നാണ്, എല്ലാവരെയും അല്ല. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ആ പദം ശ്രദ്ധിക്കണം, ആ വാക്ക് ശ്രദ്ധിക്കണം. ഇന്ന് ഭൂമി കാണുന്ന എല്ലാവരെയും ഈ അപ്പോസ്തലന്മാരായിട്ട് കണ്ടിട്ടില്ല. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും. രണ്ടാമത്തെ പ്രയോഗം ചിലരെ പ്രവാചകന്മാരായും. പൗലൂസ് പറയുന്നത് വിശേഷം നിങ്ങൾ എല്ലാവരും പ്രവചിക്കണമെന്നും, അതായത് പ്രവചനപരത്തിന് വേണ്ടി വാഞ്ചിപ്പി നിങ്ങൾ എല്ലാവരും പ്രവചിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പൗലൂസ് പറയുന്നു. പക്ഷേ അതേ പൗലൂസ് തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു, സ്വർഗത്തിലെ ദൈവം ചിലരെ പ്രവാചകന്മാരെ കണ്ടിരിക്കുന്നു, ചിലരെ അപ്പോസ്തലന്മാരെ കണ്ടിരിക്കുന്നു, അടുത്ത് ചിലരെ സുവിശേഷന്മാരെ കണ്ടിരിക്കുന്നു, അടുത്ത് 4-ാമത്തെ കൂട്ടർ ചിലരെ ഇടയന്മാരെ കണ്ടിരിക്കുന്നു, പിന്നെ അടുത്ത് ഉപദേശകന്മാരായി. അപ്പൊ എല്ലാവരെയും കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പിന്നെ എങ്ങനെ കർത്തൃവേല ചെയ്യാൻ പറ്റും?
അതിനെക്കുറിച്ച് 2 വാക്ക് വിശദീകരിക്കുവാൻ പോകുന്നത്. സ്വർഗത്തിലെ ദൈവം പ്രത്യേകാലുള്ള ചില ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം ചിലരെ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ സ്പെഷ്യൽ അനോയിന്റിങ് നൽകി അപ്പോയിന്റ്മെന്റ് നൽകി ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടവരാണ് ഈ 5 പ്രധാനപ്പെട്ട കൂട്ടർ. ദൈവം അപ്പോസ്തലന്മാരെ കണ്ടിട്ടുള്ള കുറെ പേരുണ്ട്. എല്ലാ നൂറ്റാണ്ടിലും, എല്ലാ തലമുറയിലും, എല്ലാ കാലത്തും, എല്ലാ ദേശത്തും അപ്പോസ്തലന്മാരായിട്ട് ദൈവം ചിലരെ കണ്ടിട്ടുണ്ട്. ഇനിയും പ്രവാചകന്മാരായിട്ട് ദൈവം എല്ലാ കാലത്തും, പഴയ നിയമകാലത്തും ഈ പുതിയ നിയമകാലത്തും, എന്തിനേറെ ഈ മഹാപീഡനം എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടല്ലോ. മഹാപീഡന കാലഘട്ടത്തിൽ പോലും കർത്താവ് 2 പേർക്ക് അന്ന് മഹാപീഡനത്തിന്റെ മധ്യഘട്ടം കഴിയുമ്പോൾ 2 പേർക്ക് അന്ന് വരം നൽകും. അവര് പ്രവചിക്കും 3.5 കൊല്ലം. അപ്പോൾ പ്രവചനമെന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു ശുശ്രൂഷയായിട്ട് നമ്മൾ കണക്കാക്കുകയും കരുതുകയും അത് മനസ്സിലാക്കുകയും ചെയ്യണം. പക്ഷെ പറ്റിയിരിക്കുന്ന ഒരു കുഴപ്പം, ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ മറവിൽ ആകാത്ത കുറെ പുള്ളികൾ കയറി ഈ മിനിസ്ട്രിയെ പറയുന്നത് അതിന്റെ ക്വാളിറ്റിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളത് തിരിച്ചറിയണമെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് നിയമിച്ച പ്രവാചകന്മാർ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മറവിൽ കള്ളപ്രവാചകന്മാരുടെ ഒരു വലിയ സമൂഹത്തെ നമ്മൾ കാണുന്നു. അപ്പൊ കള്ളനെയും നല്ലതിനെയും തിരിച്ചറിയാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടി. ഓക്കെ, അത്രയും പറഞ്ഞാൽ മുന്നോട്ട് വരും. അപ്പോൾ ദൈവം ചിലരെ പ്രവാചകന്മാരായി, ചിലരെ ഉപദേശകന്മാരായി, പാസ്റ്റർമാരായി, പിന്നെ സുവിശേഷകന്മാരായി ദൈവം നിയമിച്ചു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടുള്ള നിത്യരക്ഷ കരസ്ഥമാക്കി പുതിയ നിയമസഭയുടെ അംഗമായി തീരുന്ന ഒരു വ്യക്തിക്ക് കർത്താവിന്റെ വേല ചെയ്യാമോ, അതോ സ്പെഷ്യൽ അനോയിന്റിങ് കിട്ടിയാലേ ചെയ്യാവൂ? അതാണ് എന്റെ ചോദ്യം. ചോദ്യത്തിന്റെ ആൻസർ ഞാൻ തന്നെ നൽകാം. ശ്രദ്ധിക്കൂ. ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ കൂടെയുള്ള നിത്യരക്ഷ കരസ്ഥമാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, രക്ഷാനിർണയം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിനോടുകൂടെ പറ്റിച്ചേർന്ന് പരിശുദ്ധന്മ സ്നാനം പ്രാപിച്ച് വേർപെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ദൈവപൈതൽ. ആ ദൈവപൈതൽ ആരായാലും, ഏത് പ്രായമായാലും, സ്ത്രീയോ പുരുഷനോ ആയാലും, ആൺ പെൺ വ്യത്യാസം കൂടാതെ ആരായാലും, ഇവൻ പ്രായ വ്യത്യാസം കൂടാതെ കർത്താവിന്റെ വേല ചെയ്യാം. എന്തോ വേല? അത് പറയാം, ശ്രദ്ധിക്കണം. ആ വേല മറ്റൊന്നുമല്ല, നമ്മൾ അനുഭവിച്ച, ഞാൻ അനുഭവിച്ച ആ രക്ഷയുടെ സന്ദേശം ആരെ കണ്ടാലും അവരോട് അറിയിക്കുവാനുള്ള നല്ല മനസ്സ്. അതാണ് വാസ്തവത്തിലുള്ള സുവിശേഷകരം. അത് രക്ഷിക്കപ്പെട്ട എല്ലാവരും ചെയ്തിരിക്കണം. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണത്താൽ നാം അനുഭവിച്ച ആത്മരക്ഷ, നിത്യരക്ഷ, ആ രക്ഷയുടെ സന്തോഷം ഇതുവരെയും അറിയാതിരിക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസം എന്നെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തിയോട് അറിയിക്കേണ്ട കടപ്പാട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ വേല രക്ഷിക്കപ്പെട്ട എല്ലാവരും ചെയ്യണം. പക്ഷേ അപ്പോസ്തലന്മാരായിട്ടും പ്രവാചകന്മാരായിട്ടും സുവിശേഷകന്മാരായിട്ടും പിന്നെ ഇടയന്മാരായിട്ടും അഥവാ പാസ്റ്റേഴ്സ് ആയിട്ടും ഉപദേഷ്ടാക്കന്മാരായിട്ടും ദൈവം ചിലരെ നിയമിച്ചിട്ടുണ്ട്. അവർ തന്നെ ആ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സഹോദരിമാരൊക്കെ കർത്തൃവേലയിൽ വളരെ വ്യാപൃതരാകേണ്ടവരാണ്. അതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം ഓർത്തോണം. പുരുഷന്മാരെയും സ്ത്രീകളെയും കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ ഭംഗിയായിട്ട്, പ്രത്യേകിച്ച് പോളയൻ എപ്പിസ്റ്റൽ, പൗലൂസ് ലേഖനം, അതുപോലെ തന്നെ പത്രോസിന്റെ ലേഖനം, ഈ ലേഖനങ്ങളിലൊക്കെ അതുണ്ട്. പൗലൂസ് ഒന്നിലധികം പ്രാവശ്യം പലയിടത്ത് ആവർത്തിച്ച് പറയുന്നു. പ്രത്യേകിച്ച് കൊലോസ്യ ലേഖനം, എഫേസ്യ ലേഖനം, സ്ത്രീയെക്കുറിച്ചും പുരുഷനെ കുറിച്ചും, അതായത് ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെ കുറിച്ചും. ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നത്, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ എന്നാണ്. അത് ചുമ്മാ വാക്കുകൊണ്ട് ഐ ലവ് യു എന്നൊരു വാക്ക് പറഞ്ഞ് പോവുകയല്ല ചെയ്യേണ്ടത്. സ്നേഹം ജീവിതത്തിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ അതിനെ വെളിപ്പെടുത്തി കൊടുക്കണം. അതാ പ്രിയപ്പെട്ടവൾ അനുഭവിക്കണം. അവിടെ നിൽക്കട്ടെ. എന്നാൽ സഹോദരിമാരോട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകുമെന്ന സകലത്തിലും കീഴടങ്ങണമെന്നാണ്.
മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ കർത്തൃദാസിമാര് അല്ലെങ്കിൽ എന്റെ വാത്സല്യ സഹോദരിമാര് ശ്രദ്ധിക്കണം. കർത്തൃവേലയിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുമ്പോൾ, കർത്തൃവേല നാം ചെയ്യുമ്പോൾ നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന അഭിഷിക്തന്മാർ, കർത്തൃദാസന്മാർക്ക് കീഴ്പ്പെട്ട് വേണം നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുക. അത്രയും പറഞ്ഞ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ കൂടാരെ വേലക്കാരായിരിക്കുന്ന കഥാപാത്രങ്ങള് മോശ, ബസലേൽ, ഒഹല്യാബ്, പിന്നെ മറ്റു പലരും, സ്ത്രീകളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ദേശത്തിലെ പ്രമാണികൾ പോലും ആലയത്തിന്റെ പണിക്ക് വേണ്ടി ഉത്സാഹത്തോടുകൂടെ രംഗത്ത് വന്നതാണ് നമ്മൾ ഇതുവരെയും കണ്ടത്. പ്രിയരെ, ഒരു വാക്കൂടെ ഓർമ്മിപ്പിക്കട്ടെ. കർത്താവ് നമുക്ക് ഇഹത്തിൽ തന്നിരിക്കുന്ന ആയുസ് അല്പമാണ്. അല്പം എന്ന് പറഞ്ഞാൽ 70, ഏറെയായാൽ 80. ഈ ചുരുങ്ങിയ കാലഘട്ടം സ്വർഗത്തിലെ മഹാദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഈ നല്ല അവസരത്തെ കർത്തൃവേലയിൽ കൂടെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അധ്വാനിക്കുന്നു, ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു, പിന്നെ ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, വീണ്ടും ജോലികൾ ചെയ്യുന്നു. അങ്ങനെ ജീവിതം കഴിച്ചു പോകുന്നവരായിട്ടല്ല നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ് ഈ ഭൂമിയിൽ ചിലവിടേണ്ടത്. ഒരു ദിവസം 24 മണിക്കൂറാണല്ലോ. ഈ 24 hours എന്ന് പറയുന്ന ഈ നീണ്ട മണിക്കൂറിൽ 8 or 10 മണിക്കൂർ അധ്വാനിക്കുന്നു, നല്ല കാര്യം. പക്ഷെ അതിൽ ചില മിനിറ്റുകളെങ്കിലും അറ്റ്ലീസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് സ്പെൻഡിങ് വിത്ത് അതേഴ്സ് ഇൻ ഓർഡർ ടു ഷെയർ ദ ഗോസ്പൽ, സുവിശേഷം അറിയിക്കുവാൻ ചില മിനിറ്റുകളെങ്കിലും ദയവായിട്ട് നമ്മൾ ഓരോ ദിവസവും ചെലവിട്ടാൽ അതിന് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. സമയം കിട്ടിയാൽ പിന്നാലെയുള്ള ക്ലാസ്സുകളിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മെ വിട്ട് കടന്നുപോയാൽ ആ ദിവസം പിന്നെ തിരിച്ച് നമുക്ക് കിട്ടത്തില്ല. അതാണ് ബില്ലി ഗ്രഹാം ഒരു വാക്ക് പറഞ്ഞത്, തന്റെ പുസ്തകത്തിൽ കുറിച്ചത്. ദ ലോസ്റ്റ് പ്രിവിലേജ് വിൽ നെവർ ഗെറ്റ് ഇറ്റ് ബാക്ക്. നഷ്ടപ്പെട്ടു പോയ അവസരം പിന്നെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്താതെ നമ്മുടെ സമശിഷ്ടങ്ങളോട്, അത് ഓഫീസിനകത്താകട്ടെ, അത് മാർക്കറ്റിങ്ങിന് പോകുമ്പോഴാകട്ടെ, കണ്ട് സംസാരിച്ച് പരിചയപ്പെടുമ്പോഴാകട്ടെ, ഒരു വാക്ക് യേശുവിനെ കുറിച്ച് പറയുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അടുത്തതായിട്ട് ഒരു ഹെഡിങ് കുറിക്കുക: സുവിശേഷ വേലക്കാർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യത. സുവിശേഷ വേലക്കാർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ. കുറിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് പഠിക്കുവാനും പഠിപ്പിക്കുവാനും എൻ്റെ ഏറ്റവും വലിയ താല്പര്യം, പഠിച്ചാൽ മാത്രം പോരാ, ഈ പഠിക്കുന്നത് നിങ്ങൾ പഠിപ്പിക്കണം. കൃപയാൽ 31 കൊല്ലം കഴിയുന്നു. ഇതിപ്പോ 32ാമത്തെ വർഷമാണ് വ്യത്യസ്ത സെമിനാരികളിൽ പഠിപ്പിക്കുന്നത്. കേൾക്കുന്നുണ്ടോ പറയുന്നേ? കേൾക്കാലോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ 31 കൊല്ലം കഴിഞ്ഞത് 32ാമത്തെ വർഷമാണ്. ഇത്രയും വർഷം പഠിപ്പിച്ചതിൽ എനിക്ക് വലിയ സന്തോഷം. ഞാൻ പഠിപ്പിച്ചു വിട്ട 100 കണക്കിന് വിദ്യാർത്ഥികൾ, സ്ത്രീ പുരുഷ വ്യത്യാസമല്ല, 100 കണക്കിന് ആളുകൾ പലയിടത്തും ദൈവവചനം പഠിപ്പിക്കുന്നു. പിന്നെ ആയിരക്കണക്കിന് ആൾക്കാർ വ്യത്യസ്ത രീതിയിൽപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുന്നു. എനിക്ക് അതിലാണ് സന്തോഷം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു പുതിയ ബൈബിൾ കോളേജ് തുടങ്ങിയതിനും കുഴപ്പമില്ല. ഈ അറിയുന്ന സത്യം ആരോടും 2 വാക്ക് ആധികാരികമായി പറയുവാനുള്ള കഴിവ് നിങ്ങൾ സംഭരിക്കണം. അതിന് പ്രതിഫലം സ്വർഗത്തിലുണ്ട് കേട്ടോ. എസ്കറ്റോളജിയിലാണ് അത് വരുന്നത്, എങ്കിലും ഇടയ്ക്ക് കയറി പറയുന്നു ഇതിനൊക്കെ പ്രതിഫലമുണ്ട്. ഒരു വാക്ക് പരിചയപ്പെടുത്താൻ തിരുവഴുത്തിയില്ല. വെളിപ്പാട് 22:12, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ടെന്നാണ്. എത്ര മനോഹരം! ഇപ്പൊ സ്വർഗത്തിലെ ദൈവം പ്രതിഫലം കൊടുക്കുന്നത് പ്രവൃത്തി നോക്കിയിട്ടാണ്, പേര് നോക്കിയിട്ടല്ല. എന്താ പേര്? സുനിൽ പി ജോർജ്.
സുനിൽ, പെനിയേൽ, മന്ദിരത്തിൽ ജോർജ്. നല്ല നീളത്താൻ പേരാ. ഈ പേരിന്റെ നീളം നോക്കിയല്ല പ്രതിഫലം. മനസ്സിലാകുന്നുണ്ടോ? 32ാമത്തെ വർഷം ടീച്ചിങ്, 8 വർഷം കഴിയുന്നു മിനിസ്ട്രിയിലായിട്ട്. നല്ല കാര്യമാണ്. ഈ നീണ്ട വർഷം നോക്കിയല്ല പ്രതിഫലം. പ്രതിഫലത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ടെന്ന് യേശു പറഞ്ഞെങ്കിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നത് പ്രതിഫലം നൽകാനാണ്. ഓക്കെ, താങ്ക് യു. ഇനി സുവിശേഷ വേലക്കാർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ ഹെഡിങ് കുറിച്ചല്ലോ. ഇനി പോയിന്റുകൾ കുറിക്കണം. 1, 2, 3, 4 എങ്ങനെ ഓരോ പോയിന്റുകൾ കുറിച്ചെടുക്കൂ. ഒന്നാമത്തെ പോയിന്റ്, അതായത് ഒന്നാമത്തെ യോഗ്യത, ദ ഫസ്റ്റ് ക്വാളിറ്റി. നമ്പർ 1, പേർ ചൊല്ലി വിളിക്കപ്പെട്ടവർ അല്ലെങ്കിൽ പേർ ചൊല്ലി വിളിക്കപ്പെട്ടവരായിരിക്കണം. പേർ ചൊല്ലി വിളിക്കപ്പെട്ടവർ. കുറച്ച് റെഫറൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ശാന്തമായി പറയാം. ഒന്ന് കുറിച്ചെടുത്താൽ നന്നായിരിക്കും. മർക്കോസിന്റെ സുവിശേഷം 3:13-14. മർക്കോസിന്റെ സുവിശേഷം 3:13 മുതൽ 15 വരെ എന്ന് കുറിച്ചോ, അതാണ് നല്ലത്. മർക്കോസ് 3:13 മുതൽ 15 വരെ. മാർക്ക് ചാപ്റ്റർ 3 വേഴ്സസ് 13-15. അടുത്ത് ഞാനിപ്പോ പറഞ്ഞ വാക്യങ്ങളെ ഒരാൾ വായിക്കാൻ റെഡി ആയിരുന്നോളെ. അടുത്ത് കുറിച്ചോ, ലൂക്കോസിന്റെ സുവിശേഷം 6:12 മുതൽ 16 വരെ. ലൂക്കോസിന്റെ സുവിശേഷം 6:12 മുതൽ 16 വരെ. അപ്പോസ്തല പ്രവൃത്തി 9:6-15. അതിൽ ദയവായിട്ടൊന്ന് മർക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുത്തേ. മർക്കോസിന്റെ സുവിശേഷം 3:13 മുതൽ ഒന്ന് വായിച്ചു. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവന്റെ അരികെ വന്നു. അവർ അവന്റെ അരികെ വന്ന്. കണ്ടോ ആ വായിച്ച വാക്യത്തിൽ? 2 വാക്യം പിന്നാലെ നമുക്ക് വായിക്കാം. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും അധികാരമുണ്ടാക്കേണ്ടതിനും പന്തിരുവരെ നിയമിച്ചു. ഇപ്പൊ സ്വർഗത്തിലെ ദൈവം തനിക്ക് ബോധിച്ചവരെ ഓരോരുത്തരെ പേർ ചൊല്ലി വിളിച്ചു. ഓക്കെ, ഇനി നമ്മൾ എഴുതിയ റെഫറൻസുകൾ വായിച്ച് സമയം ദീർഘിപ്പിക്കാൻ ഇല്ലാഞ്ഞത് കൊണ്ട് എല്ലാം വായിപ്പിക്കുന്നില്ല. എങ്കിലും ഒരു വാക്യം വായിച്ചേ പറ്റത്തുള്ളൂ. ഒന്ന് വായിച്ചേ. 9-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി, അതിന്റെ 4-ാം വാക്യം, പിന്നെ 6-ാം വാക്യം, എന്നിട്ട് 15-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 9:4, 6, 15 ഒന്ന് വായിച്ചേ. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. കണ്ടോ, ശൗലിനെ സ്വർഗത്തിലെ ദൈവം പേർ ചൊല്ലി വിളിച്ചു, ശൗലേ ശൗലേ. അപ്പോൾ ഈ സമയത്ത് പുള്ളി നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനിയായിട്ടില്ല, ക്രിസ്തു ശിഷ്യനായിട്ടില്ല. പുള്ളി യഹൂദ മതത്തിന്റെ ഏറ്റവും വലിയ നേതാവായിട്ട്, പരീശനായിട്ട്, ബെന്യാമിൻ ഗോത്രക്കാരനായിട്ട്, ഇസ്രായേൽ ജാതിക്കാരനായിട്ട്, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനായിട്ട്, ഏറ്റവും വലിയ കഥാപാത്രമായിട്ട് പുള്ളി ക്രൈസ്തവർക്ക് വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. യഹൂദ മതത്തിന്റെ കീഴിൽ നിൽക്കുകയാണ്. ആ മനുഷ്യനെ ദൈവം വിളിക്കുന്നു, പേർ ചൊല്ലി വിളിച്ചു. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം വരാം, എല്ലാവരെയും പേർ ചൊല്ലി വിളിക്കുമോ? സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും പേർ ചൊല്ലി വിളിക്കുന്നു. പക്ഷെ ശൗലിനെ വിളിച്ചതുപോലെയും ശമൂവേലിനെ വിളിച്ചതുപോലെയും മോശയെ വിളിച്ചതുപോലെയും ശിഷ്യന്മാരെ വിളിച്ചതുപോലെയും നേരിട്ടിറങ്ങി വന്ന് എല്ലാവരെയും അതുപോലെ വിളിക്കാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവിന്റെ വേലയ്ക്കുള്ളവരെ ദൈവം എല്ലാവരെയും പേർ ചൊല്ലി തന്നെ വിളിക്കുന്നു. അതെങ്ങനെ പറയാം? പ്രവാചകന്മാരിലൂടെ, ദൈവവചനത്തിലൂടെ, സ്വപ്നത്തിലൂടെ, ദൈവിക ദർശനത്തിൽ കൂടെ വ്യത്യസ്ത രീതികളിൽ കർത്താവ് പേർ ചൊല്ലി വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്താൽ പേർ ചൊല്ലി വിളിക്കപ്പെട്ടവരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പേർ ചൊല്ലി വിളിക്കപ്പെട്ടവരെന്നതിന്റെ തെളിവാണ് ഈ 6-ാം വാക്യവും അതിന്റെ 15-ാം വാക്യവും കൂടെ ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 9:6-15.
നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു. കർത്താവ് അവനോട്, അടുത്ത്. നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ശൗലിനെ കുറിച്ച് കർത്താവ് പറഞ്ഞതാ. അനന്യാസെ, നീ പേടിക്കണം, നീ ധൈര്യമായിട്ട് ചെന്നോ, ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. അപ്പൊ സ്വർഗത്തിലെ ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നാം എല്ലാവരും ദൈവത്താൽ പേർ ചൊല്ലി വിളിക്കപ്പെട്ടവരാണ്. ഓക്കെ, യോഹന്നാൻ പറയുന്നു, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 1, 2, 3 വാക്യങ്ങൾ നിങ്ങൾ ശാന്തമായിട്ട് സാവധാനത്തിൽ വായിച്ച് ഗ്രഹിക്കൂ. നമ്മൾ ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പോൾ 1-ാമത്തെ പോയിന്റ്, നമ്മൾ പേർ ചൊല്ലി വിളിക്കപ്പെട്ടവരാണ്. 2-ാമത്തത് വളരെ ഗൗരവമേറിയതാണ്. കുറിച്ചോ, നമ്പർ 2, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരായിരിക്കണം. അപ്പോൾ പേർ ചൊല്ലി വിളിച്ചാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. ഓക്കെ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരായിരിക്കണം. തെളിവ്, ശിഷ്യന്മാർ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെ. അത് വായിച്ച് കേൾപ്പിക്കേണ്ടതില്ല, നമുക്ക് എല്ലാവർക്കും മനപ്പാഠം, ജസ്റ്റ് റെഫറൻസ് കുറിച്ചെടുത്താൽ മതി. അവിടെ എഴുതിയിരിക്കുന്നു, പെന്തക്കോസ്ത് എന്ന നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്തു കൂടി കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി, അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു എന്നാണ്. ഇനി അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ ഓരോരുത്തരും അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. വാസ്തവത്തിൽ 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് നാളിൽ സംസാരിച്ചു തുടങ്ങി, അത് ഇതുവരെയും തീർന്നിട്ടില്ല. ഇനി അന്യഭാഷ തീരണമെങ്കിൽ, തീരുക മീൻസ് അതിന് എന്താ പറയുന്നത്, ഒരു കൺക്ലൂഷൻ വരണമെങ്കിൽ വേറൊരു സംഭവം നടക്കണം, അല്ലാതെ ഇത് തീരൂല. പിന്നെ ചില ചങ്ങാതിമാര് പറയുന്നു നിന്നുപോയി തീർന്നുപോയി, അത് അവർക്കാ. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലർക്കൊക്കെ തീർന്നുപോയി, അത് അവരുടെ പിടിപ്പ് മോശം, അവരുടെ വിവരക്കേട് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ഒന്നു പോയിട്ടില്ല, അത് തീർന്നു പോയിട്ടില്ല, അതങ്ങനെ നിൽക്കുന്നതല്ല. പക്ഷെ ഒരു കാര്യം, അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുവാൻ കാരണം, 1, പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ വന്നത് ഇന്നും ഭൂമിയിലുണ്ട്, ഇവിടുന്ന് പോയിട്ടില്ല. 2, സഭയുടെ കാന്തനായ ക്രിസ്തു ഇതുവരെയും സഭയെ ചേർപ്പാൻ ആകാശത്തിൽ വെളിപ്പെട്ടില്ല, വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ഏത് സമയത്തും വെളിപ്പെടാം. മേ ബി ടുനൈറ്റ്, ചിലപ്പോൾ ഇന്ന് രാത്രി വെളിപ്പെടാം, അല്ലെങ്കിൽ നാളെ നാം ഉറക്കം ഉണരുന്നതിന് മുമ്പ് വെളുപ്പാങ്കാലത്ത് അത് സംഭവിക്കാം. എപ്പോ വേണോ നടക്കാം. ഇത് രണ്ടും സംഭവിക്കാത്തടത്തോളം കാലം അന്യഭാഷാ ഭാഷണം തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദയവായിട്ട് ഞാനൊരു കാര്യം പറയുന്നു, ഇതിനകത്ത് ഏറെക്കുറെ എല്ലാവരും ആത്മസ്നാനം പ്രാപിച്ചവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഥവാ ആരെങ്കിലും പ്രാപിക്കുവാനുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കണം. ഞാൻ അതിനുള്ള കുറെ കാര്യങ്ങൾ തിരുവെഴുത്തിൽ കൂടെ പറയാം കേട്ടോ. അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമൊക്കെ പ്രാപിച്ച് അന്യഭാഷയിലൊക്കെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ, അവര് ദൈവസഭയുടെ അഭിമാനമാണ്, അതൊരു അനുഗ്രഹമാണ്. അത് ഓരോ ദിവസമോ 2 ദിവസമല്ല ചെയ്യേണ്ടത്, അനുദിനവും. അന്യഭാഷ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. പൗലൂസ് അതിനെ കുറിച്ച് പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ആത്മസ്നാനം പ്രാപിച്ച് അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ സഭയിൽ വന്നാലും വീട്ടിലിരുന്നാലും കൺവെൻഷൻ ഗ്രൗണ്ടിൽ വന്നാലും യൂത്ത് ക്യാമ്പിന് വന്നാലും സംസാരിക്കുന്നത് ദൈവത്തോടാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം, മനുഷ്യനോടല്ല. അവിടെ ഞാൻ എൻ്റെ ദൈവവുമായി ഇടപെട്ടാൽ അതെന്റെ അടുത്തിരിക്കുന്ന വ്യക്തിയുമായി എനിക്ക് യാതൊരു വിഷയമല്ല.
ഞാൻ എൻ്റെ ദൈവത്തോടാണ് ഇടപെടുന്നത്. ഒരു മകൻ അപ്പനോട് സംസാരിക്കുന്നത് പോലെ പൗലോസ് പറയുന്നു, നിങ്ങൾ പ്രിയമക്കൾ എന്ന പോലെ. ഓക്കെ, നമ്മുടെ കർത്താവ് സ്നാനമേറ്റ ഉടനെ ഒരു ശബ്ദം ഉണ്ടായല്ലോ, മുഴങ്ങിയല്ലോ ഉയരത്തിന്ന്. എന്താ ശബ്ദം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവ് തന്റെ ഏകജാതനായ പുത്രനെ കുറിച്ച് അത് പറഞ്ഞെങ്കിൽ, പുത്രൻ കാണിച്ച മാതൃകയാകുന്ന ജലസ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിനോടുകൂടെ പറ്റിച്ചേർന്ന സകല പ്രിയപ്പെട്ടവരും പ്രിയ പുത്രീപുത്രന്മാരാണ്. ഓക്കെ, അപ്പോൾ അന്യഭാഷയിൽ സംസാരിച്ച് ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കള് അത് നിർത്തിക്കളയരുത്. അത് നിന്നു പോയിട്ടില്ല. പിന്നെ എനിക്ക് സങ്കടകരമായി തോന്നുന്ന ഒരു വിഷയം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, പറയാതിരിപ്പം നിവൃത്തിയില്ല. ഈ ആത്മാഭിഷേകം പ്രാപിച്ച വ്യക്തികള് അന്ന് പ്രാപിച്ചപ്പോൾ കിട്ടിയ 2 വാക്ക്, സബ്സേ സാരെ, സബ്സേ സാരെ. ആ 2 വാക്ക് പുതിയ ഭാഷകളില്ല. കൃപാവരത്തിന്റെ ലിസ്റ്റിൽ വരുമ്പോൾ പലവിധ ഭാഷകളെന്ന് എഴുതി വെച്ചിരിക്കുന്നു, പലവിധ ഭാഷകൾ. അപ്പൊ ഈ ചുമ്മാ ഈ സബ്സേ സാരെ കൊണ്ട് നടക്കാതെ ദൈവസ്ഥലത്തിൽ കാത്തിരുന്ന് പുതിയ ഭാഷകൾ, അതായത് പലവിധ ഭാഷകൾ, മനസ്സിലാക്കുന്നുണ്ടോ? അത് ദൈവം നമ്മുടെ നാവിൽ നൽകും. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവമായിട്ടുള്ള ആ ബന്ധം, ആത്മാവിൽ ഉള്ള പ്രാർത്ഥന. പൗലോസിനെ കുറിച്ച് പറയുന്നല്ലോ, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. പ്രാർത്ഥന പല വിധത്തിലുണ്ട്, അതിലൊന്നാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഞാൻ തിരിച്ചു വരുന്നത് കേട്ടോ, നമ്മുടെ സമയം മുമ്പോട്ട് ഓടുന്നത് കൊണ്ട് ചിലപ്പോൾ ഞാൻ അറിയാതെ വേഗത കൂടും. പ്രത്യേകിച്ച് ഷാജു പാസ് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഇച്ചിരി വേഗത കൂടിപ്പോയെന്ന് അത് എനിക്കേ മനസ്സിലായി. കാരണം സമയം അങ്ങ് പോവുകയാണ്, പിടിച്ചെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരിക്കണം. റെഫറൻസ് കുറിച്ചല്ലോ. ഇനി മറ്റൊരു കാര്യം, പഴയ നിയമത്തിലും സംഭവം ഇതാണ്. പഴയ നിയമത്തിലും വല്ലതും കർത്താവിന് വേണ്ടി ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുമ്പോൾ അന്യഭാഷ എന്നല്ല, പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ വല്ലതും ചെയ്യാൻ പറ്റത്തുള്ളൂ. പഴയ നിയമത്തിലെ ചരിത്രം നിങ്ങൾ പഠിക്കണം, വേദചരിത്രം. അതിൽ ഒരു വ്യക്തിയുടെ സംഭവം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6, 15, 14-ന്റെ 6, 15-ന്റെ 14 ഒന്ന് കുറിച്ചോ. അപ്പോൾ പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് കാണുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ന്റെ 6 കുറിച്ചല്ലോ. ആ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. ആരുടെ മേൽ? ശിംശോന്റെ മേലാ. കയ്യിലൊന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. അതിനെ എന്ന് പറഞ്ഞിരിക്കുന്നത് നിസ്സാര ഒരു സാധനമല്ല, മൃഗങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന മൃഗരാജൻ സിംഹക്കുട്ടിയെ ഓക്കെ കീറിക്കളഞ്ഞു, ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. ഇനി അടുത്ത് അതിന്റെ 15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, 15-ന്റെ 14 ഒന്ന് വായിച്ച്. അപ്പൊ എനിക്ക് ഒരു ആട്ടി കിട്ടുമല്ലോ. അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസ്തർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്ന് അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ ആയി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. കണ്ടോ? അവന്റെ കെട്ടഴിഞ്ഞത്, കെട്ടിയിരുന്ന ആ കെട്ട് കരിഞ്ഞു പോയത്, ചണനൂൽ പോലെ കരിഞ്ഞു പോയത് യഹോവയുടെ ആത്മാവ് വന്നപ്പോഴാണ്. അപ്പോൾ പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനത്താലാണ് പലതും സംഭവിച്ചത്. പുതിയ നിയമത്തിൽ അങ്ങനെ തന്നെയാണ്. ഒരു വാക്കൂടെ ഞാൻ ഓർമ്മിപ്പിച്ച് ഞാൻ തിരിച്ചു വരുന്നു. പ്രിയരെ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ്, ഇത് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. ദിസ് ഈസ് ദ ഏജ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഇന്ന് പരിശുദ്ധാത്മാവാണ് ഭൂമിയിൽ, പ്രത്യേകിച്ച് ദൈവസഭയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ച് ഞാൻ ആ ഭാഗത്ത് പിൻവാങ്ങും. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആരും ദുഃഖിപ്പിക്കരുത്. പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ വീണ്ടെടുപ്പിന്നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിൽ ഇതുവരെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ ചിന്ത എല്ലാവരും ആത്മസ്നാനം പ്രാപിച്ചിരിക്കും എന്നാണ്. ചിലപ്പോൾ ആരെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. കാരണം ഞാനൊരു സഭയുടെ പാസ്റ്ററാണ്. കുട്ടിയും കുർബാനയും കൂടെ ഒരു 100ഓളം പേരടങ്ങുന്ന ഒരു കൊച്ചു കൂട്ടായ്മ എനിക്കുണ്ട്. അപ്പൊ ഇന്ന് സ്നാനപ്പെട്ടിട്ട് അപൂർവം ചിലര്
ആത്മസ്നാനം പ്രാപിക്കാത്തവരുണ്ട്. അപ്പോ അങ്ങനെ നമ്മുടെ ഈ ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് തീരുന്നതിന് മുമ്പ് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. അപ്പൊ അതുകൊണ്ട് ഹൗ ടു റിസീവ് ദ ഹോളി സ്പിരിറ്റ്, വാട്ട് ദ വേർഡ് ഓഫ് ഗോഡ് ടീച്ച് അബൌട്ട് ദാറ്റ്, എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും, അതിനെക്കുറിച്ച് ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു. ABCDEFG ഈ കണക്കിൽ തിരുവെഴുത്തിന്റെ സഹായത്തോടുകൂടെ അതിന്റെ തെളിവ് നിരത്താൻ ഒന്ന് കുറിച്ചെടുത്താൽ നിങ്ങൾക്കത് ഗുണം ചെയ്യും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ABC. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം, എങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ കഴിയും, അതാണ് ചോദ്യം. ഒന്നാമതായിട്ട് അറിയേണ്ടത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുവാൻ അമിതമായ ദാഹം വേണം. ദാഹം, അതിന് തസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. തസ്റ്റ്. ഇപ്പൊ ജർമ്മനിയിലെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ കേരളം ചുട്ടുപൊള്ളുകയാണ്, ഭയങ്കര ചൂടാണ്. ഒരു യാത്ര കഴിഞ്ഞോ അല്പം ജോലി കഴിഞ്ഞോ നിവർന്ന് നോക്കുമ്പോഴത്തേക്കും കണ്ണിൽ കാണേണ്ടത് ഒരു ബോട്ടിൽ വെള്ളമാണ്. കിട്ടിക്കഴിഞ്ഞാൽ ആവേശത്തോടെ കുടിക്കും, കാരണം അത്രയ്ക്കും ദാഹം. പ്രിയരെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുവാൻ എത്ര സെമിനാറുകൾ കണ്ടക്ട് ചെയ്താൽ പ്രാപിക്കേണ്ട വ്യക്തിക്ക് അതിനുള്ള ദാഹം ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിലെ ദൈവം തരത്തുള്ളൂ. ദാഹിക്കുക. അതിനൊരു തെളിവാണ് യേശു പറഞ്ഞ വാക്ക്. ഒന്ന് കുറിച്ചെടുത്തോ. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യം. 7:37. ആ വായിക്കുന്ന വ്യക്തി എനിക്ക് ആരെന്ന് അറിയത്തില്ല, ആന്റിയാണോ സഹോദരിയാണോ മോളാണോ ആരെന്നറിയത്തില്ല, ആരായാലും ഉയവർ മേബി ഒന്ന് വായിച്ച്. നന്നായിട്ട് വായിക്കുന്നുണ്ട്. സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ. ഓക്കെ, വായിച്ചേ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. മതി, കണ്ടോ? ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാട്. അത് സംഭവം എന്താണെന്ന് ഞാൻ പിന്നാലെ പറയാം. കണ്ടോ? അപ്പോൾ ഒന്നാമത് വേണ്ടത് ദാഹം. 2 ബി വിശ്വാസം. രണ്ടാമത് വേണ്ടിയത് വിശ്വാസം. ബിലീവത്ത് ഓൺ മീ, എന്നിൽ വിശ്വസിക്കുന്നവന്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. കുറിച്ചോളൂ. യോഹന്നാന്റെ സുവിശേഷം 7:38-39. 7:38-39. ഒന്ന് വായിക്കാമോ? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. എത്ര ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു, കണ്ടോ? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു, അല്ലെ? അടുത്ത വാക്കും കൂടെ ഒന്ന് വായിച്ച്. 39-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ച്. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തെളിവ് മതി മതി മതി. ഇനി എന്ത് വേണം വേറെ തെളിവ്? ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ 1 ദാഹം, 2 വിശ്വാസം. ഇനി ഒരു റെഫറൻസോടെ കുറിച്ചോ, വായിക്കാൻ സമയമില്ല. അപ്പോസ്തല പ്രവൃത്തി 19:2. അവിടെ ചില ശിഷ്യന്മാർ വന്നപ്പോഴത്തേക്കും അവരെ പൗലൂസ് കണ്ടിട്ട് ചോദ്യം ചോദിച്ചു. 2-ാം വാക്യത്തിലുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് ദാഹം, 2 വിശ്വാസം വേണം. ബൈബിൾ ഭംഗിയായിട്ട് വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അടുത്ത് പൗലൂസ് പറയുന്നു, ജയിലിൽ കിടന്നുകൊണ്ട് അർദ്ധരാത്രിക്ക് എന്താ പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബം രക്ഷപ്പെടുമെന്ന. അപ്പോൾ ആത്മസ്നാനം പ്രാപിക്കുവാൻ ദാഹം വേണം, 2 വിശ്വാസം വേണം. 3 സി, മൂന്നാമത്തെ പോയിന്റ് സി, യാചിക്കണം. യാചിക്കണം. ആസ്ക് എന്നാണ്, യാചിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 7:11, ലൂക്കോസ് 11:13. 2 വാക്യം കുറിച്ചെടുത്തെങ്കിൽ ലൂക്കോസ് 11:13 ഒന്ന് വായിച്ചു. ലൂക്കോസ് 11-ാം അധ്യായം 13-ാമത്തെ വാക്യം.
അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. കണ്ടോ, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുമെന്നാണ്. അതാണ് കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. യാചിക്കണം, ദൈവത്തോട് ചോദിക്കണം. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചെറുപാട് 2 റെഫറൻസ് എഴുതിയല്ലോ അല്ലെ, മത്തായി 7:11, ലൂക്കോസ് 11:13. അടുത്ത് ഡി, 4ാമത്തെ പോയിന്റ്, വെയിറ്റ് ഫോർ, കാത്തിരിക്കണം. കാത്തിരിക്കണം, കാത്തിരിക്കണം. രണ്ട് റെഫറൻസുകൾ കുറിക്കണേ. അപ്പോസ്തലപ്രവൃത്തി 1:4, 2:1, 1:4, 2:1. അതിൽ 1:4 വാക്യം വായിച്ചേ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. കാത്തിരിക്കണം, കാത്തിരിക്കണം. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഈ കാത്തിരിപ്പെന്ന് പറഞ്ഞ വാക്ക് ഇന്ന് അത്ര പ്രചാരത്തിലില്ല. ഒരു കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് മൊത്തം മുഴങ്ങിയ പദം അതാ. എന്റെയൊക്കെ കുഞ്ഞും പ്രായത്തിൽ ഞങ്ങളുടെ ചർച്ചിലെ എന്റെ പിതാവ് പാസ്റ്ററായിരുന്നു. മിക്കവാറും കണ്ടക്ട് ചെയ്യുന്ന യോഗത്തിന്റെ പേര് മാസത്തിലൊന്നോ 2 മാസം കൂടുമ്പോഴോ ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കും. 2 കാരണങ്ങളാണ് മെയിനായിട്ട് കാത്തിരിക്കുന്ന. അങ്ങ് തുറന്നു പറയാം, വെച്ച് വിളിച്ചിട്ട് പന്തെടുക്കാന് ശരിക്കും ഒരു പിടി ചോറ് കിട്ടും. ഈ കാത്തിരിപ്പ് യോഗത്തിന് വരുന്ന ഉപദേശിമാർക്ക് ഭക്ഷണം ഉണ്ടാക്കും. അപ്പൊ അമ്മച്ചി റേഷനൊക്കെ മേടിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കും. ബാക്കി ദിവസം ഞങ്ങൾക്ക് കിട്ടുന്ന മുറി കപ്പകഷ്ണങ്ങളാണ്. അപ്പൊ ഈ കാത്തിരിപ്പ് യോഗം നടക്കുമ്പോഴത്തേക്ക് 4-5 ദിവസത്തെ മീറ്റിംഗ് നടക്കുമ്പോൾ വരുന്ന ഉപദേശിമാർക്ക് സൂപ്പർ ഫുഡ് ഉണ്ടാക്കും. ഞങ്ങൾക്ക് വയറ് നിറയെ ചോറ് കിട്ടും. ഈ കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ എന്തെന്നില്ലാത്ത ആർത്തി, അത് ഒരു സൈഡ്. മറുവശം കാത്തിരിപ്പ് യോഗത്തിലാണ് കൂടുതലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ വ്യക്തികൾ നിറഞ്ഞ് അന്യഭാഷയിൽ നൃത്തം ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ഇന്നിപ്പോ കാത്തിരിപ്പ് എന്നുള്ള പദം കേൾക്കാൻ പറ്റുന്നില്ല. ഇന്ന് മൊത്തം ഫാസ്റ്റിംഗ് എന്നുള്ള പേരിലായി. പണ്ട് അങ്ങനെയല്ല. കാത്തിരിപ്പുണ്ട്, ഫാസ്റ്റിംഗ് ഉണ്ട്, റിവൈവലുണ്ട്, ബൈബിൾ സ്റ്റഡി ഉണ്ട്. പിന്നെ ചിലപ്പോൾ വർഷത്തിലൊന്നോ 2 വർഷം കൂടുമ്പോഴോ ഒരു മഹായോഗമുണ്ട്. ഇതെല്ലാം ഉണ്ട്. യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പോൾ ആ കാത്തിരിപ്പ് എന്നുള്ള പദം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിട്ടുകളയരുത്. കാത്തിരിപ്പ് ബൈബിൾ പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ്. പഴയ നിയമത്തിൽ പോലും അതിന് പ്രസക്തിയുണ്ട്. യെശയ്യാവിന്റെ പ്രവചനത്തിൽ കൊടുത്തിരിക്കുന്നു, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് വാനവിരവിലോട്ട് കയറുമെന്നാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ കാത്തിരുന്നാലുള്ള നേട്ടം എന്താണ്? കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പോൾ യേശുക്രിസ്തു പ്രത്യേകിച്ച് പറഞ്ഞു, അവരുമായി കൂടിയിരിക്കുമ്പോഴാണ്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ ദയവായിട്ട് നിങ്ങൾ മടങ്ങിപ്പോകരുത്, യെരൂശലേമിൽ നിന്ന് മടങ്ങിപ്പോകരുത്. എന്നോട് കേട്ട എന്റെ പിതാവിന്റെ വാക്യത്തിനായി കാത്തിരിക്കണം. അവരങ്ങ് കാത്തിരുന്നു. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് ഇറങ്ങി വന്ന ആ മഹാസമുദ്രം അവരുടെ ഇടയിലോട്ട് വന്നിറങ്ങി. അതിലൊരു കുഞ്ഞുകാല് പോലും ശേഷിക്കാതെ 120ഓളം പേരടങ്ങുന്ന സംഘം മുഴുവനും ആത്മാവിനാൽ നിറഞ്ഞു, അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുവാനുള്ള 4ാമത്തെ റീസൺ കാത്തിരിക്കുക. അടുത്ത് ഈ 5ാമത്തെ പോയിന്റ്, ഈ 5ാമത്തെ കാരണം, വചനം കേൾക്കണം. വചനം കേട്ട എല്ലാവരുടെ മേലും, വചനം കേട്ട എല്ലാവരുടെ മേലും. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേട്ട് ആ വചനം ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവ് കത്തും. അതിന് തെളിവ് അപ്പോസ്തലപ്രവൃത്തി 10:44. ഭയങ്കരപ്പെട്ട സംഭവമാണ്. ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നടന്ന കോട്ടേജ് മീറ്റിംഗ്. ഉന്നത ഉദ്യോഗസ്ഥന്റെ പേര് കൊർന്നൊല്യോസ് എന്നാണ്. പട്ടാള മേധാവിയാണ്. പട്ടാള മേധാവി എന്ന് പറയുവാൻ കാരണം ശതാധിപൻ എന്ന പദം, സെഞ്ചൂറിയൻ എന്ന് പറഞ്ഞാൽ 100 സോൾജിയേഴ്സിന്റെ തലപ്പത്തിരിക്കുന്ന കഥാപാത്രം.
സാധാരണ വ്യക്തിയല്ല. ആ മനുഷ്യന്റെ വീട്ടിൽ നടന്ന കോട്ടേജ് മീറ്റിംഗ്, നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ കോട്ടേജ് മീറ്റിംഗ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുവാൻ കോട്ടേജ് മീറ്റിങ്ങോ, പിന്നെ സഭായോഗമോ, ഉണർവ് യോഗമോ, മഹായോഗമോ, ക്യാമ്പോ, സെമിനാറോ ഒന്നും ബാധകമല്ല. ബാധകമെന്താ? ദാഹം, വിശ്വാസം, യാചന, കാത്തിരിപ്പ്, വചനം ഏറ്റുകൊള്ളുക. ഇതൊക്കെയാണ് അതിന്റെ പോവഴികൾ. ഈ കാര്യാദികൾ ചെയ്താൽ സ്ഥലമേതായാലും, സമയമേതായാലും, സാഹചര്യമേതായാലും അതൊന്നും വിഷയമല്ല. ദൈവം തന്റെ ആത്മാവിനാൽ വ്യക്തികളെ നിറയ്ക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ വചനം കേട്ട എല്ലാവരുടെ മേലും, കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസിനെ ക്ഷണിച്ച് വരുത്തുമ്പോൾ തന്നെ കൊർന്നല്യോസ് ഒരു കാര്യം ചെയ്തു. തന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുമിച്ച് വിളിച്ച് കൂട്ടി ആ വീട്ടിൽ കാത്തിരിക്കുകയായിരുന്നു പത്രോസിന് വേണ്ടി. പത്രോസ് വന്ന കാര്യങ്ങളൊക്കെ തിരക്കി. താൻ കണ്ട ദർശനമായി ഏറ്റവും പൊരുത്തമുണ്ട്. താൻ ഒന്നും മിണ്ടിയിൽ എഴുന്നേറ്റുന്ന ഒരൊറ്റ പ്രസംഗം. ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിലും അവനിൽ വിശ്വസിക്കുന്നവരെ അവൻ അംഗീകരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അട്ടിച്ചങ്ങോട്ട് പ്രസംഗിച്ച് പ്രസംഗത്തിന്റെ ക്ലൈമാക്സിലെത്തിയപ്പോൾ പാവം ജാതികളിൽപ്പെട്ട വ്യക്തികളാ കൂടിയിരുന്നവർ. അവരങ്ങോട്ട് കാത് മാത്രമല്ല ഹൃദയവും ഒരുമിച്ചങ്ങ് തുറന്നു കൊടുത്തപ്പോൾ വചനമകത്ത് തുളച്ചു കയറി പരിശുദ്ധാത്മ ഉള്ളറയിൽ കത്തി അവരഭിഷേകത്താൽ നിറഞ്ഞു. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അന്യഭാഷകളിൽ സംസാരിച്ചു എന്നാണ്. പത്രോസും പ്രത്യേകിച്ച് കൂടെ വന്ന പരിച്ഛേദനക്കാർ കണ്ട് ഞെട്ടിപ്പോയി. അവർ ചോദിച്ചൊരു ചോദ്യം, അഗ്രചർമ്മികളായ ഇവർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചെങ്കിൽ സ്നാനത്തെ വിലക്കുവാൻ ആർക്ക് പറ്റും? അവരെ സ്നാനപ്പെടുത്തുവാൻ കൽപ്പിച്ചിട്ടാണ് പത്രോസ് പോയതെങ്കിൽ. വളരെ ശ്രദ്ധിക്കുക. വചനത്തിന് പ്രസക്തി അന്നും ഇന്നും ഉണ്ട്. ദൈവ വചനപ്രകാരം ജീവിച്ച് വചനം ഏറ്റെടുത്ത് വചനം ശ്രദ്ധിച്ച് വചനം കൈക്കൊണ്ടാൽ, വചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന വചനപ്രകാരം ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തികൾക്ക് വചനം പ്രമാണിക്കുന്നു, കേൾക്കുന്നു, ഏറ്റെടുക്കുന്നു എന്ന കാരണത്താൽ ദൈവം തന്റെ ആത്മാവിനെ ധാരാളമായി പകരും. ഓക്കെ. അടുത്ത രണ്ട് കാര്യങ്ങൾ കൂടെ വേഗത്ത് പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് ആ സബ്ജക്റ്റ് പൂർത്തീകരിക്കണം. ഈ സബ്ജക്റ്റ് മീൻസ് ഇന്നത്തെ ടോപ്പിക്ക് പൂർത്തീകരിക്കണം. പെട്ടെന്ന് വന്നേ. എഫ്, ആറാമത്തെ പോയിന്റ്. എഫ്, ലേയിങ് ഹാൻഡ്. കൈവച്ചപ്പോൾ, കൈവപ്പിനാൽ, കൈവപ്പിനാൽ. കൈവപ്പിനാൽ. അപ്പോസ്തലപ്രവൃത്തി 19:6. അപ്പോസ്തലപ്രവൃത്തി 19:6. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. നമ്മൾ എവിടെയെല്ലാം വായിച്ചോ അവിടെയൊക്കെ ആത്മസ്നാനം നടന്ന സ്ഥലങ്ങളിലെല്ലാം അന്യഭാഷ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന തൃത്വത്തിൽ മൂന്നാമൻ, ഭൂമിയിൽ പിതാവിനാൽ അയക്കപ്പെട്ട ആ പരിശുദ്ധാത്മാവ ദൈവം ഇന്നും ദൈവസഭയ്ക്കകത്ത് ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ടി ആരെ ആഗ്രഹിക്കുന്നുവോ, വാഞ്ചിക്കുന്നുവോ, ദാഹിക്കുന്നുവോ, വിശ്വസിക്കുന്നുവോ അവരുടെ മേൽ സ്വർഗത്തിലെ ദൈവം ഈ നിമിഷത്തും പകരുന്നു. ഇവിടെ പൗലോസ് എന്ന സ്ലീഹൻ തന്റെ അരികത്ത് വന്ന ശിഷ്യന്മാരെ കണ്ടിട്ട് ചോദിച്ചു. അത് നമ്മൾ നേരത്തെ വായിച്ചു, 2-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അപ്പോൾ അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ സ്നാനം ഏത്? അത് യോഹന്നാന്റെ സ്നാനം. അപ്പോൾ അത് മാനസാന്തര സ്നാനമാണ്. അന്ന് അത് മതിയായിരുന്നു. പക്ഷെ യേശുക്രിസ്തു മരിച്ചു, അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. ഇനി ആ സ്നാനം പോരാ. ഇനി നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, അത് ദുരുപദേശമല്ല, ശ്രദ്ധിക്കണം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 നാമങ്ങൾ അതിനകത്തുണ്ട്. നിങ്ങൾ സ്നാനപ്പെടണം. അവരെ വീണ്ടും സ്നാനപ്പെടുത്തി. സ്നാനപ്പെട്ടതിന് ശേഷം പൗലോസ് എന്ത് ചെയ്തു? അവരുടെ മേൽ കൈവച്ചു. കൈവച്ചപ്പോൾ അവർ അത്രയും പേര് പരിശുദ്ധാത്മാഭിഷേകത്തെ നിറഞ്ഞു, അന്യഭാഷകൾ സംസാരിച്ചു, പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ കൈവപ്പിനാൽ പരിശുദ്ധാത്മ സ്നാനം നടക്കും. പക്ഷെ ഒരു കാര്യം, കാണുന്ന എല്ലാവരുടെ തലയെ കൊണ്ട് കൈവച്ചാൽ അങ്ങനെ നടക്കണമെന്നില്ല. അതിനുള്ള ഒരു പ്രത്യേക അന്തരീക്ഷം, ഒരു പ്രത്യേക നിയോഗം, അത് നമ്മൾ ഓർക്കണം. ഒരു പ്രത്യേക അന്തരീക്ഷം, ഒരു പ്രത്യേക നിയോഗം.
ഞാൻ ഈ കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ തലയിൽ കൈവെക്കാൻ പോകത്തില്ല. പക്ഷെ ചില സമയത്ത് ഒരു പ്രത്യേക നിയോഗം കിട്ടും. അന്നേരം കൈവയ്ക്കുമ്പോൾ അവരുടെ പനി അങ്ങ് മാറും, അവരുടെ ചുമയും മാറും, അവരുടെ രോഗം മാറും. പക്ഷെ എപ്പോഴും വയ്ക്കുമ്പോൾ മാറത്തില്ല. ഇവർ തെരുതരേ കൈ വെക്കാൻ വേണ്ടി തലയും കൊണ്ടുവരും, നമ്മളങ്ങ് വെക്കും, ഒരു പാസ്റ്റല്ലേ. പക്ഷെ ഒരു പ്രത്യേക നിയോഗം, ഒരു ആത്മീക അന്തരീക്ഷം, ഒരു എന്താ പറയുന്നത്, ഒരു പ്രത്യേക മൂവിങ് ഉണ്ടാകും. ആ സമയത്ത് പരിശുദ്ധാത്മാവ് കൃത്യമായി ഇടപെടുന്ന സമയമാണ്. പൗലോസ് ചില സന്ദർഭത്തിൽ കൈവച്ചിട്ടുണ്ട്. അത് ഒരാളുടെ മേലല്ല, പല ആളുകളുടെ മേലും. അതിൽ ഒന്നാണ് തിമോത്തിയോസ്. തിമോത്തിയോസിനോട് പറയുന്നു, എന്റെ കൈവയ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരങ്ങളെ നീ ജ്വലിപ്പിക്കണം. കൈവപ്പിനാൽ കിട്ടിയ പ്രവചനവരം കണ്ടോ. അപ്പോൾ വിശുദ്ധന്മാരുടെ കൈവയ്പ്. ദയവായിട്ട് എന്റെ പ്രിയ ദൈവമക്കൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജർമ്മനിയുടെ അവസ്ഥ എനിക്ക് കൂടുതൽ അറിയത്തില്ല. കാണുന്ന കേൾക്കുന്ന എല്ലാ ഉപദേശമാരുടെയും മുമ്പിൽ തല കൊണ്ട് കാണിച്ചു കൊടുക്കരുത്. കഷ്ടകാലത്ത് ചില കൈകൾ തലയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വല്ലാത്ത കുഴപ്പമായി തീരും. പിന്നെ വേറെ പല കൈകൾ വെച്ചാലും ആ കയറി പറ്റുന്ന പോരാട്ടം അഴിയത്തില്ല. അതുകൊണ്ട് ദൈവമാക്കി വെച്ച അഭിഷിക്തന്മാർ ആരാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ട സ്ഥാനത്ത് മാത്രം തല കൊണ്ട് കാണിച്ചു. ഓക്കെ, താങ്ക് യു, ഗാഡ് ബ്ലസ് യു, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കൈവപ്പിനാൽ ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് അവിടെ നിന്ന് പിൻവാങ്ങുന്നു. എന്താണ് ഏറ്റവും ഒടുവിലത്തെ പോയിന്റ്? പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്കുന്നത് ആർക്ക്? ഏറ്റവും ഒടുവിലായി 7ാമത്തെ പോയിന്റ്, ദോസ് ഹൂ ഒബേ ഹിം, അനുസരിക്കുന്നവർക്ക്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അനുസരണം. അപ്പോസ്തല പ്രവൃത്തി 5:32. അപ്പോസ്തല പ്രവൃത്തി 5:32. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ, ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഓക്കെ, അപ്പോൾ സുവിശേഷ വേലക്കാർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ 2 പ്രധാന കാര്യങ്ങൾ ചിന്തിച്ചതിൽ ഒന്ന്, പേർ ചൊല്ലി വിളിക്കപ്പെട്ടവരായിരിക്കണം. 2, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ ആയിരിക്കണം. മൂന്നാമത്തെ പോയിന്റ്, ജ്ഞാനമുള്ളവരായിരിക്കണം. ജ്ഞാനമുള്ളവരായിരിക്കണം. ഒരു 3-4 റെഫറൻസ് കുറിച്ചോളണേ. പുറപ്പാട് പുസ്തകം 31:5-6 വാക്യങ്ങൾ. പുറപ്പാട് 35:5-6 വാക്യങ്ങൾ. സോറി 35 അല്ല, തിരുത്തിക്കൊള്ളണേ. 31:5-6 വാക്യങ്ങൾ. കുറിച്ചല്ലോ. വേറെ 2 റെഫറൻസ് കൂടെ കുറിച്ച് 35:33. ഇനി ഒരു വാക്യം കൂടെ കുറിച്ചോളണം. യെശയ്യാവ് 11:2. ഈ 3 വേദഭാഗങ്ങൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചവർക്ക് ദിവ്യജ്ഞാനം നൽകിയതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലൊരു റെഫറൻസ് എങ്കിലും വായിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് വായിച്ച് 35:33 ഒന്ന് വായിക്കാമോ? അവൻ ദിവ്യ ആത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. മതി, കണ്ടോ. സ്വർഗത്തിലെ ദൈവം തന്റെ ആലയത്തിന്റെ പണിക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ചിട്ട് ദൈവം ചെയ്ത പരിപാടി ദിവ്യജ്ഞാനവും ദിവ്യ ആത്മാവും ബുദ്ധിയും സകലവിധ സാമർഥ്യവും ദൈവം നൽകി. സ്വർഗത്തിലെ ദൈവം കർത്താവ് തന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി അതാത് കാലഘട്ടങ്ങളിൽ തന്റെ ഭക്തന്മാരെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ദൈവം അവരുടെ പൂർവ്വചരിത്രമോ പശ്ചാത്തലമോ ഒന്നുമല്ല നോക്കുന്നത്. ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ കീഴ്പ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ അനുസരണം കണ്ടിട്ട്, സമർപ്പണം കണ്ടിട്ട് ദൈവം തന്റെ ശ്രേഷ്ഠ വരങ്ങളും കഴിവുകളും കൃപകളും ദൈവം കൊടുക്കും.
അതുകൊണ്ട് ഞാൻ എഡ്യൂക്കേഷനെ വിമർശിക്കുകയല്ല, ഡിഗ്രി കൈവശമാക്കുന്നതിനെ ഞാൻ എതിർക്കുകയല്ല. നിങ്ങൾ സെമിനാരികളിൽ ദൈവവചനം പഠിച്ച് എത്രത്തോളം ഡിഗ്രി കൈവശമാക്കാൻ പറ്റുമോ അത്രയും ആക്കണം. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ആ ഡിഗ്രി കൊണ്ട് നമുക്ക് ഒരു പരിപാടിയും നടക്കത്തില്ല. ആ ലഭിച്ച ഡിഗ്രിയോടൊപ്പം സ്വർഗത്തിലെ ദൈവം അവിടുത്തെ വിശിഷ്ടമാർന്ന കൃപകൾ നമ്മുടെ മേൽ പകർന്നാൽ അതുകൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. നിസ്സാരന്മാരായിരുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ബസലേലും ഒഹല്യാവും. സ്വർഗത്തിലെ ദൈവം അവരെ ദിവ്യജ്ഞാനവും ദിവ്യ ആത്മാവും സാമർഥ്യവും ഒക്കെ ദൈവം നൽകിയപ്പോൾ എന്താ സംഭവിച്ചത്? എത്ര മനോഹരമായ ആലയം രൂപം കൊണ്ട് കൊത്തുപണികൾ. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. നമ്മുടെ കഴിവല്ല ദൈവത്തിന് വേണ്ടത്, സമർപ്പണമാണ് വേണ്ടത്. ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചാൽ മറ്റൊന്നും നോക്കാതെ വിശിഷ്ടമാർന്ന ആത്മാവിനെയും ജ്ഞാനത്തെയും സാമർഥ്യത്തെയും നൽകി ദൈവം നമ്മെ കരങ്ങളെടുത്ത് അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. പൗലൂസ് ഒരു കാര്യം കുറിച്ചു വെച്ചു. പൗലൂസ് ആരെന്നറിയണ്ടേ? പൗലൂസ് ലോകം കണ്ട ഏറ്റവും വലിയ വിദ്യാസമ്പന്നൻ. പൗലൂസിന്റെ വിദ്യാഭ്യാസം 3 വിധത്തിൽ നമ്മൾ പഠിക്കണം. ഒന്ന്, മതവിദ്യാഭ്യാസം, ന്യായപ്രമാണ സൂക്ഷ്മതയോടെ പഠിച്ചു. 2, പൊതുവിദ്യാഭ്യാസം. അത് കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡിക്ക് പോയി. അതുകൊണ്ടാണ് ആ സെക്കുലർ പഠനം മുഖാന്തരം എപ്പിക്കൂരിയൻ, സ്റ്റോയിക്ക് തുടങ്ങിയ തത്വചിന്തകന്മാരുടെ തറവാട്ടിൽ നിന്നുകൊണ്ട് തറപ്പിച്ച് സുവിശേഷം പറഞ്ഞ് അവരെ ഉറപ്പിച്ചത് ക്രിസ്തുവിൽ. കണ്ടോ, തീർന്നില്ല. 3ാമത്തെ വിദ്യാഭ്യാസം തൊഴിൽ വിദ്യാഭ്യാസം. ആള് വമ്പൻ പുള്ളിയാണ്, പേര് കേട്ട അപ്പോസ്തലനാണെങ്കിലും ജോലി പഠിച്ചു, ജോലി ചെയ്തു. ഞാനിപ്പോ ആ തെളിവ് നിരത്തുന്നില്ല. കർത്താവിന്റെ വേലയ്ക്ക് ജോലി ഒരു തടസ്സമേ അല്ല. ചിലർ പറയും ജോലിക്ക് തടസ്സമാണ്, അത് ചിലർക്ക് തടസ്സമായിരിക്കാം. പക്ഷെ വിശുദ്ധ വേദവസ്തം പഠിക്കുമ്പോൾ അങ്ങനെ ഒരു തടസ്സമൊന്നും അല്ല. പൗലൂസിനെ പോലെ ലോകം കണ്ട ഒരു ധീരനായ അപ്പോസ്തലൻ വേറെ ആരുണ്ട്? ഇന്നത് വരെ അതിനുശേഷം ഇങ്ങനെ ഒരു കഥാപാത്രം ലോകത്ത് കണ്ടിട്ടില്ല. ഇനി വന്നുകൂടാ എന്നില്ല, വരാൻ സാധ്യതയില്ലെന്നാണ് എന്റെ ചിന്ത. അത്രയും ദൈവത്താൽ കരങ്ങളെടുത്ത് ഉപയോഗിക്കപ്പെട്ട കഥാപാത്രം. പുതിയ നിയമത്തിന്റെ 5 ഇടത്ത് താൻ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവിട്ടു എന്ന് എഴുതി വെച്ചിരിക്കുക. 5 ഇടത്ത്, അപ്പോസ്തല പ്രവൃത്തി ഉൾപ്പെടെ, തെസ്സലോനിക്ക ലേഖനം ഉൾപ്പെടെ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഉൾപ്പെടെ 5 ഇടത്താണ് താൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജോലി, ഉപജീവന മാർഗത്തിന്റെ കാര്യാദികൾ ദൈവവേലയ്ക്ക് ഒരു തടസ്സം അല്ലെന്നാണ് ഞാൻ പറഞ്ഞത് താല്പര്യം. ദൈവവേലയ്ക്ക് വേണ്ടിയത് നമ്മുടെ സമർപ്പണവും ആഗ്രഹവുമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, കഴിവില്ലാത്തവരെ കഴിവുള്ളവരാക്കി തീർക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ആ മഹാദൈവത്തിന്റെ കരങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അപ്പോസ്തലന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് യേശുവിന്റെ പന്തിരുവൻ ശിഷ്യന്മാർ, അതിലൊരുത്തൻ യൂദ പോയി ആ സ്ഥാനത്ത് വേറൊരുവനെ ദൈവം കൊണ്ടുവന്നു. ആ പന്തിരുവരെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവർ സാമാന്യരും പഠിപ്പില്ലാത്തവരും. അങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു, എന്നാൽ അവരുടെ ധൈര്യം കാണുകയാലും അവരിലൂടെയുള്ള വീര്യപ്രവൃത്തികൾ കാണുകയാലും. കണ്ടോ, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ എത്രയും ഭംഗിയായിട്ട് അത് ചെയ്യുവാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഇപ്പോൾ ജ്ഞാനമുള്ളവരായിരിക്കണം. ഓക്കെ, പുതിയ നിയമസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന 9 പ്രധാനപ്പെട്ട വരങ്ങളുണ്ട്. ആ വരങ്ങളൊക്കെ നിങ്ങളുടെ പാസ്, ഷാജു പാസ് നിങ്ങളെ പിന്നാലെ പഠിപ്പിക്കും. ഞാനതിൽ 2 കാര്യം പറയാൻ വേണ്ടിയാണ് തൊട്ട് വെച്ചത്. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വേദഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ ഇതിനകത്തതുണ്ട്. സോറി, 2 കൊരിന്ത്യർ അല്ല, 1 കൊരിന്ത്യർ 12-8 മുതൽ. 1 കൊരിന്ത്യർ 12-8 മുതൽ വായിക്കുമ്പോൾ ആ 9 കൃപാവരങ്ങളിൽ 1, 2 കൃപാവരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 1, ജ്ഞാനത്തിന്റെ വചനം. 2, പരിജ്ഞാനത്തിന്റെ വചനം. അപ്പോൾ ദൈവവേലയുടെ മുഖത്ത് ഏറ്റവും ശ്രേഷ്ഠമേറിയ വരമാണ് ജ്ഞാനം, പരിജ്ഞാനം എന്ന് പറയുന്നത്. പഴയ നിയമത്തിലും അങ്ങനെയാണ്. സ്വർഗത്തിലെ ദൈവം ദിവ്യ ജ്ഞാനത്താൽ നിറച്ചു. ഇനി 2 കാര്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിച്ച് ഇന്നത്തെ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കാം. നമ്മുടെ സമയം തീരാറായി. 4ാമത്തെ പോയിന്റ്, ഉത്സാഹമുള്ളവരായിരിക്കണം. ഉത്സാഹമുള്ളവർ. റോമർക്കെഴുതിയ ലേഖനം 12-11. കുറെ റെഫറൻസ് നിങ്ങൾ അങ്ങ് എഴുതിക്കോ. നമുക്ക് ഒരെണ്ണം വായിച്ചാൽ മതി, പക്ഷെ എല്ലാം എഴുതിക്കോ. റോമർ 12-11, ഇരമ്യാവ് 48-10.
സദൃശ്യവാക്യം 10:4. അപ്പോസ്തല പ്രവൃത്തി 18:24-25. കൊലോസ്യ ലേഖനം 3:23-24. ഇത്രയും വാക്യങ്ങൾ നിങ്ങൾ സാവധാനത്തിൽ വായിക്കുക. ഇപ്പോൾ ഒരു വാക്യം വായിച്ച് കേൾപ്പിച്ചേ പറ്റത്തുള്ളൂ. പഴയ നിയമത്തിൽ നിന്ന് 1, പുതിയ നിയമത്തിൽ നിന്ന് 2 വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കണം. റോമർ 12:11, ഇരമ്യാവ് 48:10. കമോൺ. റോമർ 12:11. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. കണ്ടോ, കർത്തൃവേല ചെയ്യുവാൻ ഉണ്ടായിരിക്കേണ്ട 4ാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ഉത്സാഹമുള്ളവരായിരിക്കണം. കർത്താവിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കൂട്ടരുണ്ട്, ഉഴപ്പന്മാരെ തമ്പുരാൻ ഒരിക്കലും ഇഷ്ടമില്ല. ദൈവസഭയ്ക്കകത്ത് ആരാധിക്കാൻ വരുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഉത്സാഹത്തോടെ വന്ന് ആരാധിക്കുന്ന ദൈവമക്കളെയാണ് ദൈവത്തിനാണ്. ഫോർ എക്സാമ്പിൾ, 9 മണിക്കാണ് സഭായോഗം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ 8:50 ഹാജരായിരിക്കണം. യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി യഹോവയെ സേവിക്കണം. അടുത്തൊരു വാക്യം കൂടെ പഴയ നിയമത്തിൽ നിന്ന്, ഇരമ്യാവ് 48:10. ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. കണ്ടോ, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. നമ്മൾ വേറെ ഒന്നും ചെയ്ത് ശാപം വാങ്ങണ്ട. ഉദാസീനതയോടുകൂടെ ദൈവപ്രവൃത്തി ചെയ്താൽ, ദൈവവേല ചെയ്താൽ ശാപം നമ്മൾ അറിയാതെ വന്ന് കയറുമെന്നാണ്. അതുകൊണ്ട് ചെയ്യുന്ന ജോലി കർത്താവിന് വേണ്ടി ഉത്സാഹത്തോടെ ചെയ്യണം. ഓക്കെ. ശുശ്രൂഷയുടെ മുഖത്ത് പല കാര്യങ്ങൾക്കും എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ പിതാവാണ്. അദ്ദേഹം ഒന്നും ഭൂമിയിലില്ല. അദ്ദേഹം ജന്മനാലെ ഒരു കൈയും ഒരു കാലും സ്വാധീനമില്ലാത്ത വ്യക്തിയാണ്. ലാസ്റ്റ് മൂമെന്റില് ഊന്നുവടിയുടെ സഹായത്തോടു കൂടെയാണ് 4 സെമിനാരികളിൽ 1-ലധികം വാഹനങ്ങൾ കയറി ഇറങ്ങിപ്പോയി പഠിപ്പിച്ചത്. അപ്പോ ഇത് കൂടാതെ കാത്തിരിപ്പ് യോഗത്തിനും കൺവെൻഷനും മറ്റും എല്ലാ ഇടങ്ങളിൽ ക്ലാസ് എടുക്കാനും ഒക്കെ പുള്ളി പോകും. ലാസ്റ്റ് വീക്ക് മീൻസ് ലാസ്റ്റ് ടൈമില് യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ പുള്ളിയുടെ ആഗ്രഹം പ്രസംഗിച്ചും പഠിപ്പിച്ചും മരിക്കണമെന്നാണ്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം, അദ്ദേഹം ഏത് മീറ്റിങ്ങിന് പോയാലും അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷ ഹോളിനകത്ത് വെച്ച് നടക്കുമ്പോൾ 2 ബൈബിൾ കോളേജിൽ നിന്ന്, ഇന്നത്തെ സംവിധാനങ്ങളൊന്നും അന്നില്ലല്ലോ, മരണവാർത്ത അറിഞ്ഞിട്ട് 2 അവിടുത്തെ ഓഫീസ് ഇൻചാർജും ഒക്കെ ഓടി വന്നു. ഇതിലൊരാൾ പറഞ്ഞത്, ഞങ്ങളുടെ സെമിനാരിയിൽ, ഞങ്ങളുടെ ബൈബിൾ കോളേജില് ജോർജ് സാർ മാത്രമാണ് എല്ലാ ദിവസവും ക്ലാസ്സിന് നേരത്തെ വരുന്നത്. സമയത്തിന് വരുന്നതെന്നല്ല, നേരത്തെ വന്നങ്ങിരിക്കുക. ഓക്കെ. ബാക്കി പല ടീച്ചേഴ്സും ചിലപ്പോൾ 5 മിനിറ്റ്, ചിലപ്പോൾ 10 മിനിറ്റ്, ചിലപ്പോൾ 1/2 മണിക്കൂർ ശവാടൊക്കെ നടക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, അപ്പൻ എന്നെ പഠിപ്പിച്ചൊരു വാക്കാണ്, ശാപം നമ്മൾ വെളിയിൽ പോയി പൈസ കൊടുത്തൊന്നും വാങ്ങണ്ട, ശപിക്കപ്പെട്ടവരെ തീരുവാൻ വേണ്ടി വേറെ ഒരു ഗുരുത്തക്കേടും ചെയ്യാനും പോകണ്ട. ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച നമ്മൾ വിശ്വസ്തയോടുകൂടെ കർത്താവിന്റെ വേല ചെയ്തില്ല എങ്കിൽ ശാപം വന്നു കയറും. ഉദാസീനതയോടുകൂടെ യഹോവയുടെ പ്രവൃത്തി ചെയ്തവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. ഓക്കെ. ഇനി ഒരു പോയിന്റ് കൂടെ നമുക്ക് എഴുതി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ലാസ്റ്റ് പോയിന്റ്, സാമർഥ്യമുള്ളവനായിരിക്കണം. 5ാമത്തെ പോയിന്റ്, സാമർഥ്യമുള്ളവർ. തിമോത്തിയോസിന്റെ 2ാമത്തെ ലേഖനം, 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 2, 2:2. കുറിച്ചായിരുന്നോ? ഞാൻ ആ വാക്യം ഒന്ന് കേൾപ്പിക്കാം. നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതല്ല മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. സമർത്ഥരായ, സാമർഥ്യമുള്ള. ഓക്കെ. സാമർഥ്യം എന്ന് പറയുന്നത് PhD കൈകാര്യം ചെയ്യുന്നത് കൊണ്ടോ PhD ലഭിച്ചത് കൊണ്ടോ അല്ല, അല്ലാതെയും അല്ല, അത് വേറെയാണ്. സാമർഥ്യം എന്ന് പറയുന്നത് വേറൊരു പ്രത്യേക കഴിവാണ്. ഓക്കെ. അതിലൊന്ന് വാക് സാമർഥ്യം, 2 കോർഡിനേറ്റിംഗ് പവർ. ഇങ്ങനെ തുടങ്ങി പല വൈശിഷ്ട്യങ്ങളടങ്ങിയ അനുഗ്രഹീതമായ ആ കഴിവ്, അത് കർത്തൃവേലയുടെ മുമ്പിൽ നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 5 യോഗ്യതകളാണ്
സുവിശേഷ വേലക്കാർക്കുണ്ടായിരിക്കേണ്ടതെന്ന് നമ്മൾ സമാഗമന കൂടാരത്തിന്റെ കൂടാര വേലക്കാർ എന്നുള്ള വിഷയമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞാൻ എന്റെ വിലപ്പെട്ട സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവ് സഹായിച്ചാൽ നമുക്ക് പിന്നെയും അടുത്ത ക്ലാസ്സിൽ സമാഗമന കൂടാരത്തിന്റെ അടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുമിച്ച് കൂടാം. അതുവരെയും ദൈവം നമ്മെ എവിടെവിടങ്ങളായി കാത്തു സൂക്ഷിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് കുത്തിടുന്നു. കർത്തൃദാസന്റെ കരങ്ങളിലേക്ക് പരകേൽപ്പിക്കുന്നു.